ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. എല്ലാവർക്കും നമസ്കാരം. ഒരു സപ്താഹവേദിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലേ, 6 മണി എന്ന് പറഞ്ഞ 6:30-ക്ക് ശേഷവും നിങ്ങൾ അങ്ങനെ പ്രഭാഷണം കേട്ടോണ്ടേ ഇരിക്കുകയാണ്. പ്രഭാഷണങ്ങളുടെ പരമ്പരയാണ് ഈ 7 ദിവസം. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് നമുക്ക് ഒരു പ്രഭാഷണം കൂടിയും കേൾക്കാം എന്ന് വിചാരിക്കാം. ഭാഗവത മഹാപുരാണം കേട്ട് ധന്യരായി ഇരിക്കുകയാണ് നിങ്ങളെല്ലാവരും. എന്തെല്ലാം കേട്ടു? സൂത ശൗനക സംവാദം. സൂതനും ശൗനകാദികളും സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നവനും കേൾക്കുന്നവനും ഭക്തിയുണ്ടാകുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാഗവത മഹാപുരാണത്തില്. ബാക്കിയൊക്കെ രാവിലെ മുതൽ കേട്ടുല്ലോ. ഇനി എല്ലാവർക്കും ഒരു ധാരണ, ഭാഗവതാണ് ഏറ്റവും മുകളിലുള്ള ഗ്രന്ഥം എന്ന. ഒരു സപ്താഹവേദിയിൽ കയറിയിരുന്ന് തന്നെ ഭാഗവതത്തിനെ താഴ്ത്തി പറയല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഒരു അമ്പലത്തില് സപ്താഹം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചേച്ചി വിളിച്ചു, ടീച്ചറെ ഭാഗവതം ഏതാ വാങ്ങിക്കാൻ നല്ലത്? ഞാൻ പറഞ്ഞു മൂലം മലയാളം വാങ്ങിച്ചോളൂ. എവിടുന്നാ വാങ്ങിക്കണ്ടേ? നിങ്ങൾ ഗുരുവായൂരിന്ന് വാങ്ങിച്ചാൽ മതി. എത്ര രൂപയാ? 300 രൂപ മതി. ഇത്രയൊക്കെ കേട്ടപ്പോൾ പിന്നെ ചോദിക്കുകയാണേ, അതെ ഈ ഭാഗവതത്തിൽ തന്നെയാണല്ലോ അല്ലേ ഗീതയൊക്കെ വരുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ സഹതാപം തോന്നി എനിക്ക്. കാരണം നമ്മൾ ഹൈന്ദവർക്ക് നമ്മൾ സമ്പന്നരാ, ഒരുപാടുണ്ട്, അറിയില്ല ഏതിലേതൊക്കെയാ വരുന്നേന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. വീണ്ടും ഒന്നുകൂടി ചോദിച്ചു, നാരായണീയം അതും കൂടി വാങ്ങിക്കണേ, ഉച്ചയ്ക്ക് അവിടെ വായന നടക്കുന്നുണ്ട്. എന്തായാലും താല്പര്യം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. നാരായണീയവും അവിടെ തന്നെ വാങ്ങിക്കാൻ പറഞ്ഞു. വനമാല വാങ്ങിച്ചാൽ മതി. ഇത്രയും പറഞ്ഞു കേട്ടപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരുപാട് സ്റ്റേജുകളിലൂടെ പോയി. ഇപ്പോഴും ഇവർക്കൊന്നും ഗീത ഏത് ഭാഗത്തിലാണ് വരുന്നേ, അല്ലെങ്കിൽ മഹാഭാരതം എന്താണ് എന്നൊന്നും അറിയില്ല. ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം. ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് എന്താ എന്ന് ചോദിച്ചാൽ തന്നെ പലരും പറയുന്നില്ല. എന്താ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം? വേദങ്ങളാ. 4 വേദങ്ങളുണ്ട്. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നാണ് അർത്ഥം. പിന്നെ എന്തിനാ ഇത്രയും ഗ്രന്ഥങ്ങൾ ഉണ്ടായത്? അങ്ങനെയുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അർജുനനെ പോലെ ഭക്തജനങ്ങൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതിനും കാരണമുണ്ട്. വേദം രചിച്ച മഹർഷീശ്വരന്മാർക്ക് മനസ്സിലാവുകയാണ് ഇത് വളരെ ടഫ് സാൻസ്ക്രിറ്റാണ്, പലർക്കും ഇത് അങ്ങോട്ട് എത്തില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് കലികാലത്ത് ജീവിക്കുന്നവർക്ക്. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ സംസ്കരിച്ച ഭാഷയായ സംസ്കൃതം പോലും അറിയില്ല. ഈ നല്ല ടൈറ്റ് സാൻസ്ക്രിറ്റിൽ എഴുതിയ ഈ വേദം ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് മഹർഷീശ്വരന്മാർ തീരുമാനിക്കുക. പ്രത്യേകിച്ചും വേദങ്ങൾ എടുത്തു വെച്ചാൽ അത്
പ്രഭുവിനെ പോലെ നമ്മളോട് ആജ്ഞാപിച്ചു കൊണ്ടിരിക്കുക. ഒരാൾ ആജ്ഞാപിക്കുന്നത് നമുക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല അല്ലേ? സ്നേഹത്തോടെ വിളിച്ച് പറഞ്ഞാൽ കുട്ടി മോനെ ഇവിടെ വരൂ എന്നൊക്കെ പറഞ്ഞാൽ വരും, ഇവിടെ വാടാന്ന് പറഞ്ഞാൽ വരില്ലാലോ. ഇതന്നെ അവിടെ നടക്കുന്നത്. വേദങ്ങൾ നമുക്ക് പ്രഭുവിനെ പോലെ ആജ്ഞാപിക്കുന്നത് കൊണ്ട് മനസ്സിലാവാത്തത് കൊണ്ട് ഋഷീശ്വരന്മാർ തീരുമാനിക്കുകയാണ് ഈ വേദങ്ങളിലെ അന്തസത്ത കറന്നെടുത്തിട്ട് മറ്റ് ഗ്രന്ഥങ്ങൾ രചിക്കണം. അപ്പൊ എന്തിനാ ഇത്രയും ഗ്രന്ഥം ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി. എന്തിനാ ഉണ്ടായത്? നമുക്ക് ലളിതമാക്കി വേദസാരം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം സൃഷ്ടിച്ചത്. അതിനുവേണ്ടി മാമുനീശ്വരന്മാർ എന്ത് ചെയ്തു? വേദങ്ങളിൽ നിന്നും ആ അന്തസത്ത കറന്നെടുത്ത് 2 ഇതിഹാസങ്ങൾ സൃഷ്ടിച്ചു, 18 പുരാണങ്ങളും സൃഷ്ടിച്ചു. ഇതില് ഈ 2 ഇതിഹാസങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ രാമായണ മാസം രാമായണം എഴുത്തച്ഛൻ രാമായണം വായിക്കുന്നുണ്ടാവും. ഇതില് വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളുണ്ട്. അതേസമയം മഹാഭാരതത്തില് 1,00,000-ലധികം ശ്ലോകങ്ങളുണ്ട്. ഈ മഹാഭാരതം നന്നായി മനസ്സിലാക്കിയ വ്യക്തിക്ക് മാത്രമേ ഭാഗവതം മനസ്സിലാവൂ. കാരണം മഹാഭാരതത്തിന്റെ ഒരു പകുതി വെച്ചിട്ടാണ് ഭാഗവതം ഇങ്ങോട്ട് തുടങ്ങുന്നത്. ഇന്ന് നാരദനും മറ്റുമായിട്ടുള്ള സംവാദത്തിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലായി കാണും. പരീക്ഷത്തിന്റെ ജനനം ഇന്നുണ്ടായി. ആ ഭാഗം വരുന്നത് മഹാഭാരതത്തിലാണ്. പിന്നെ ഈ 18 പുരാണങ്ങൾ സൃഷ്ടിച്ചപ്പോ അതില് ഒരെണ്ണം ആണ് ഭാഗവത മഹാപുരാണം. ഒരുപാട് പുരാണങ്ങൾ സൃഷ്ടിച്ചു. മാമുനീശ്വരന്മാർക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോഴാണ് അവരെന്ത് ചെയ്തത്? ഭക്തിക്ക് മുൻതൂക്കം നിൽക്കുന്ന ഭാഗവത മഹാപുരാണം സൃഷ്ടിക്കുന്നത്. സൃഷ്ടി നടത്തിയപ്പോഴും ഭഗവാൻ ഒരു സന്തോഷമില്ല. ഓരോന്നിനെ സൃഷ്ടിച്ചു, 2 കാലുള്ളത്, 3 കാലുള്ളത്, 4 കാലുള്ളത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സന്തോഷം വരുന്നില്ല. ചിലപ്പോൾ അവനവന്റെ രൂപത്തിൽ, ഭഗവാനെ പോലെ തന്നെ രൂപത്തിൽ ഒരു മനുഷ്യനെ കളിമണ്ണ് വെച്ച് അങ്ങോട്ട് സൃഷ്ടിച്ചു, പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചു. പക്ഷെ അതിന് കൊടുക്കാൻ ആയുസ്സില്ല ഭഗവാന്റെ കയ്യില്. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ മറ്റ് ജീവജാലങ്ങൾ ചോദിച്ചു അത്രേ, എന്താ അങ്ങനെ ആലോചിക്കുന്നേ? അപ്പൊ പറഞ്ഞു, സുന്ദരമായ ഒരു രൂപം, നല്ല സൃഷ്ടി, പക്ഷെ ആയുസ് തീർന്നു പോയി, നിങ്ങൾക്കൊക്കെ തന്നുപോയി. അപ്പൊ അവരൊക്കെ കൊടുത്തു അത്രേ ആയുസ്. അങ്ങനെയാണ് എന്താ, കല്യാണം കഴിഞ്ഞാൽ 4 കീശയും തൂക്കി കഴുതയെ പോലെയല്ലേ, കഴുതയാണ് അത്ര ആ സമയത്ത് ആയുസ് കൊടുത്ത്. അതൊക്കെ ഭാഗവതത്തിൽ വിശദമായിട്ട് വരുന്നുണ്ട്. ഏതായാലും ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളും ഭാഗവതം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലായല്ലോ. ഈ 2 ഇതിഹാസങ്ങളിൽ മഹാഭാരതം അതിനെക്കുറിച്ച് പറഞ്ഞ് ഭഗവത്ഗീതയിൽ അങ്ങോട്ട് നമുക്ക് സമാപിക്കാം. മഹാഭാരതം എന്ന് പറഞ്ഞാൽ മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും മഹാഭാരതം എന്ന പേര് വന്നു. മഹത്വാത് ഭാരവത്വാച മഹാഭാരതമുച്യതേ എന്നാ പറയുന്നത്. എന്തേ? 1,00,000-ലധികം ശ്ലോകങ്ങളാ. നമ്മുടെ ഭാഗവത മഹാപുരാണത്തിൽ 18,000 ശ്ലോകങ്ങളേ ഉള്ളൂ. അതെന്നെ നമുക്കത് കൂട്ടിയാൽ കൂടുന്നില്ല അല്ലെ? ഇത്ര ഒരു ആഗ്രഹം ഓരോ അമ്മമാർക്ക് വായിക്കാൻ. ആചാര്യന്മാരോട് ഇങ്ങനെ മുന്നിൽ ചെന്ന് നിന്നിട്ട് കെഞ്ചുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു അധ്യായം ഒന്ന് വായിച്ചോട്ടെ. പക്ഷേ ആചാര്യന്മാര് പറയും, താഴെ ഇരുന്ന് വേണമെങ്കിൽ വായിച്ചോളൂ. അവരെ വ്യാസപീഠത്തിലൊന്നും ഇരിക്കാൻ ചിലരൊന്നും സമ്മതിക്കില്ല. അതെന്താണോ? സത്സംഗത്വേ നിസ്സംഗത്വം അങ്ങോട്ട് എത്തിണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ കാരണം. അപ്പൊ ഇന്നിവിടെ വന്നപ്പോൾ എവിടെ ഇരിക്കേണ്ടതെന്ന് എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം മലപ്പുറത്ത് ഇതേപോലെ ഭാഗവത സപ്താഹ വേദിയായിരുന്നു. അറിയില്ല അവരെയൊന്നും. ഇവരെ മാഷ എനിക്കറിയാം. ഞാനിപ്പോൾ എവിടെ ഇരിക്കണം എന്ന് വിചാരിച്ച് പുല്ലായ തരിക. ഇതേപോലെ 2 സൈഡിലും ഉണ്ട്. ഇപ്പോൾ താഴെ പുല്ലായിട്ടിട്ട് അമ്മമാരിയ്ക്കുന്നുണ്ട്. ഇന്നൊരു പുല്ലായ എടുക്കാന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ മൈക്കൊക്കെ ഇതിൻ്റെ മുന്നിൽ വെച്ച് അറേഞ്ച് ചെയ്യുകയാണ്. ഞാൻ സ്റ്റേജിലേക്ക് കയറിയെന്ന് കണ്ടപ്പോൾ ആ സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കുഷ്യനുണ്ട്, അവർ അങ്ങോട്ട് വലിച്ചു വന്നിട്ട്, എന്നിട്ട് അവിടെ മടക്കി ഇപ്പുറത്തേക്ക് വെച്ചു. പണ്ടത്തെ വീട്ടിൽ തലണിയും പായും മടക്കി വെക്കണ ഒരു രൂപ എനിക്കപ്പോൾ ഓർമ്മ വന്നത്. ഞാനപ്പോൾ ഒന്ന് ചിരിച്ചു. അവരുടെ സീറ്റിൽ ഇരിക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. കാരണം വ്യാസപീഠം എന്ന് പറയുമ്പോൾ വ്യാസഭഗവാനാണ് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആചാര്യൻ വ്യാസൻ തന്നെ. വ്യാസനല്ലേ ഇതെല്ലാം? വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. വ്യാസഭഗവാൻ തന്നതേ നമുക്കുള്ളൂ. പക്ഷെ ആ വ്യാസഭഗവാനും ഒരു മുക്കുവ സ്ത്രീയുടെ മകനായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ പിന്നെ ആചാര്യനും ബ്രാഹ്മണനും ഒക്കെ അത്രയേ ഉള്ളൂ എന്ന് അങ്ങോട്ട് മനസ്സിലാക്കുമ്പോൾ ഒരു വിഷമവും തോന്നില്ല. അവരത് മാറ്റി വെച്ചു. ഞാൻ താഴത്തുനിന്ന് ഒരു പുല്ലായ എടുത്താൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് എൻ്റെ പ്രഭാഷണവും കഴിഞ്ഞ് ഞാൻ പോന്നു. അപ്പൊ അതിനുശേഷം ഒരു പേടിയാ ചെല്ലുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ എവിടെ ഇരിക്കണം എന്ന് അന്വേഷിച്ചത്. ഏതായാലും ഈ മഹാഭാരതം
വ്യാസഭഗവാൻ നമുക്ക് വേണ്ടി രചിച്ചു വെച്ചപ്പോ അതില് ഈ ലോകത്തിൽ നമ്മൾ അറിയേണ്ടുന്ന എല്ലാ കഥകളും ഉണ്ട്. അതായത് മഹാഭാരതത്തിൽ കാണാത്ത യാതൊന്നും ഈ ഭൂമുഖത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ എന്തേ നമ്മൾ വായിക്കണ്ടുള്ളൂ? അടിസ്ഥാനപരമായിട്ട് മഹാഭാരതം വായിക്കണം. ഹൈന്ദവൻ ചെയ്യേണ്ടുന്ന 5 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഗീത പഠിക്കണം എന്നാ. അപ്പൊ എവിടെയാ ഈ ഗീത വരുന്നേ? ആ ചേച്ചി ചോദിച്ചതുപോലെ ഭാഗവതം എടുത്ത് തപ്പി കാണാനില്ല, 18 പുരാണങ്ങളിലും നോക്കി കാണാനില്ല, രാമായണം വിശിഷ്ടാണ് 24,000 ശ്ലോകം കാണാനില്ല, വേദത്തിലും കാണാനില്ല. പിന്നെ എവിടെയാ ഉള്ളത്? മഹാഭാരതത്തിൽ നമ്മൾ തെരഞ്ഞു കഴിഞ്ഞാല് ഒരു മധ്യഭാഗത്തായിട്ട് ഗീതാധ്യാന ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. ഗീതയൊക്കെ നിങ്ങൾക്ക് ധ്യാനം എല്ലാവർക്കും ബൈഹേർട്ടായിരിക്കും എന്ന് കരുതുന്നു, അല്ലെങ്കിൽ പഠിക്കണം. കാരണം ഹൈന്ദവനായി ജനിച്ചാൽ ഗീത, ഭഗവത്ഗീത പഠിക്കണം തന്നെയാ പറയുന്നത്. കാരണം ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം, ഒരൊറ്റ ശാസ്ത്രമാണ്. അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കിക്കോളൂ. ദേവകീപുത്രനായ കൃഷ്ണൻ നമുക്ക് നേരിട്ട് ഉപദേശിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഗീത പഠിക്കണം. ശേഷം മഹാഭാരതം വായിക്കണം. ഈ മഹാഭാരതത്തില് 18 പർവങ്ങളിൽ ഭീഷ്മ പർവത്തിലാണ് വരുന്നത് ഭഗവത്ഗീത. 25 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളിലായിട്ട് അങ്ങനെ നിവർന്ന് കിടക്കുകയാണ് ഭഗവാന്റെ ഉപദേശം. അർജുനനെ പിടിച്ച് ഉപദേശിക്കാനും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനു മുമ്പ് തന്നെ നമുക്ക് മഹാഭാരതത്തിലെ കുറച്ച് കഥാപാത്രങ്ങളെ കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാം. കഥ പറയാ എന്ന് പറയുമ്പോൾ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം കഥ അറിയാത്ത ഹൈന്ദവർ ഇപ്പൊ കുറവാ. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള വേദികൾ ഇഷ്ടം പോലെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കഥയൊക്കെ മനസ്സിലാക്കും. കഥകളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിലെ തത്വങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇവിടെ മഹാഭാരതം രചിച്ചതിന് ശേഷം വ്യാസഭഗവാൻ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്, ആരാണോ ഈ ഗ്രന്ഥം എടുത്ത് വായിക്കുന്നത്, ഈ ഗ്രന്ഥത്തിലൂടെ അവന് ഈ ഭൂമുഖത്ത് അറിയേണ്ടതെല്ലാം അറിയണം. അങ്ങനെയാകുമ്പോൾ ഈ മഹാഭാരതത്തിൽ നമ്മൾ കാണുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ഏറ്റവും ആദ്യം കാണുന്നത് ആരെയാ? ഈ വ്യാസഭഗവാനെ തന്നെയാ. ആദ്യത്തെ കഥ അങ്ങനെയാണല്ലോ വരുന്നത്. അതിനു മുമ്പ് കുറേ ചെറിയ കഥകൾ വരുന്നുണ്ട്. ഈ വ്യാസഭഗവാന്റെ ജന്മം ഒരു മുക്കുവ സ്ത്രീയിലാണ്. ഈ വ്യാസഭഗവാൻ ജനിച്ചതിനു ശേഷം അവിടെ വീണ്ടും കുട്ടികളില്ലാത്ത ഒരവസ്ഥ. അമ്മ വിളിക്കുകയാണ് ഇങ്ങനെ പുത്രോത്പാദനം നടത്തുന്നതിന് വേണ്ടി. പണ്ട് കാലത്ത് അവർ ക്ഷത്രിയരാണല്ലോ. ഭർത്താവ് ഇല്ലാതെ പോയാൽ, അല്ലെങ്കിൽ ഭർത്താവിന് സന്താനോൽപാദന ശേഷിയില്ല എന്ന് കണ്ടാൽ മറ്റുള്ള ശ്രേഷ്ഠന്മാരിൽ നിന്ന് പുത്രനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ രാജ്യം അനാഥമാവും. അങ്ങനെ ഒരു ക്ലോസ് വെച്ചിരുന്നു. അതുകൊണ്ട് ഈ വ്യാസഭഗവാൻ ഉണ്ടാകുന്ന കുട്ടികളാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരരും. പിന്നെ 4മതൊരു കുട്ടി കൂടി ഉണ്ടായി. ആ കുട്ടീനെ നമ്മൾ ഇന്നിവിടെ കണ്ടൂലേ? ശ്രീശുക ഉവാച. ശ്രീശുക ബ്രഹ്മർഷി. ഏറ്റവും പക്വമായ ഫലം അതാണ് ആ കുട്ടി. വ്യാസന്റെ ഏറ്റവും ശ്രേഷ്ഠനായ പുത്രൻ, വ്യാസനേക്കാൾ ഉന്നതിയിൽ നിൽക്കുന്ന പുത്രൻ. അത് തന്നെയാണ് പ്രാർത്ഥിച്ചതും. ആ കഥ ഭാഗവതത്തിൽ വന്നുണ്ടാവുമെന്ന് കരുതുന്നു. അത് മഹാഭാരതത്തിന്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. ശ്രീശുകന്റെ ജന്മം, അതായത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഹേ മഹാദേവ, എനിക്കൊരു കുഞ്ഞിനെ തരണം. ഇന്നലെ നിങ്ങൾ മഹാത്മ്യം കേട്ടില്ലേ? അതിൽ 2ാമത്തെ ശ്ലോകം ആദ്യം എന്താ പറഞ്ഞ? സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങി. പിന്നെയോ യം പ്രവ്രജന്തമനുഭേദമഭേദ കൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഭാഗവതം മഹാത്മ്യത്തിലെ സ്റ്റാർട്ടിംഗ് 2 ശ്ലോകങ്ങളാണ്. അതായത് ഭഗവാൻ
വ്യാസഭഗവാൻ ആദ്യം തന്നെ കൃഷ്ണനെ നമിച്ചു. എന്നിട്ടാണ് വ്യാസന്റെ കരച്ചില. പിന്നെ എന്താ പുത്ര പുത്ര എന്ന് വിളിച്ചിട്ട് ഹിമാലയ സാനുക്കളിലേക്ക് പോവുക. ആരെ കാണാനില്ല, എനിക്ക് നല്ല എന്നേക്കാൾ വിവരമുള്ള ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചു മഹാദേവനോട്. എന്നിട്ട് കിട്ടിയതോ അതുപോലെ ശ്രേഷ്ഠനായിരുന്നു. ശ്രീ ശുഗനെ ഭാഗവതം പഠിപ്പിച്ചു. എന്നിട്ട് ഭാഗവതം പാടി നടന്നു ശ്രീ ശുഗബ്രഹ്മർഷി. അങ്ങനെ ഒരു ദിവസം കാണാനില്ല. ഈ കുട്ടി ഉണ്ടാവുന്നത് തന്നെ ശുഗം എന്ന് പറഞ്ഞ തത്ത. ഈ വരമൊക്കെ നേടി നിനക്ക് നല്ല പുത്രൻ ഉണ്ടാവും തഥാസ്തു ഒക്കെ കൊടുത്തു. ഭഗവാൻ അങ്ങനെയാ, എന്ത് ചോദിച്ചാലും നമ്മൾ ചോദിക്കാത്തൊരു പ്രശ്നമല്ലോ, തന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ അതും വാങ്ങി വന്നിട്ട് അരണിക്കോൽ ഇങ്ങനെ കടയാണേ തീ ഉണ്ടാക്കാൻ വേണ്ടി, അഗ്നി ഉണ്ടാക്കുക. അങ്ങനെയാണ് യാഗം നടത്താൻ. ആ സമയത്ത് ഒരു അപ്സരസ് ശുഗം തത്തയുടെ രൂപത്തിൽ അവിടെ വന്നിരിക്കുന്നത് കണ്ടപ്പോ ഈ അരണിക്കോലിലേക്ക് സ്ഖലനം ഉണ്ടായെന്നും അങ്ങനെയാണ് ശുഗൻ ഉണ്ടായതെന്നും ആണ് കഥ. ആ കുട്ടിയെ കാണാനിട്ടാണ് പുത്ര പുത്ര എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പൊ പറയാണ്, അങ്ങയേക്കാൾ ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നു, കരയണ്ട. ഇനി വിഷമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, കൂടെ ഒരു നിഴല് പോലെ ഉണ്ടാവും. അങ്ങനെ ഒരു ഫീൽ തോന്നും എന്നൊരനുഗ്രഹവും കൊടുത്തു. ഇങ്ങനെ ഈ വ്യാസഭഗവാന്റെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ 3 കുട്ടികൾ, ധൃതരാഷ്ട്രർ. ഗീത എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 701 ശ്ലോകങ്ങൾ കാണാം. ഹൈന്ദവന് എല്ലാത്തിനും ഒരുപാട് വിമർശനങ്ങളുണ്ടല്ലോ. ചില ഗ്രന്ഥങ്ങളിൽ ഒരെണ്ണം മുറിച്ച് കളഞ്ഞ് 700, ദേവി മഹാത്മ്യത്തെ പോലെ ഈക്വല 700 എന്ന് പറയും. അതെങ്ങനെയാണെന്നറിയോ? 13ാമത്തെ അധ്യായം എത്തുമ്പോൾ ആദ്യത്തെ ശ്ലോകം ചില ഗ്രന്ഥങ്ങളിൽ കാണാനില്ല. നമുക്കിങ്ങനെ വേദം തന്നെ കുറേ നമുക്ക് നഷ്ടപ്പെട്ടു. ചില ഗ്രന്ഥങ്ങളിൽ അതുണ്ട്, അതിന് ശ്ലോകസംഖ്യ കൊടുത്തിട്ടില്ല. ശരിക്കും 701 ശ്ലോകങ്ങൾ തന്നെയാണ്. ഇതിൽ ഒരേ ഒരു ശ്ലോകമാണ് വ്യാസപുത്രനായ ധൃതരാഷ്ട്രർ ഗീതയില് പറയുന്നത്, ആ ആദ്യത്തെ ശ്ലോകം. അതിനു മുമ്പ് മഹാഭാരതത്തില് ഈ 3 മക്കളെ കുറിച്ച് പറഞ്ഞല്ലോ, ഒന്നുകൂടി വിശദമായിട്ട് ഈ മഹാഭാരത കഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഇനി നമ്മൾ അതിൽ കാണുന്ന 2 അമ്മമാരാ. ഇവിടെ ഇപ്പം അമ്മമാരാണല്ലോ കൂടുതൽ. നമുക്ക് ലോകത്തിന് തന്നെ മാതൃക കാട്ടുന്ന അമ്മയാണ് കുന്തി മാതാവ്. അതേസമയം ഗാന്ധാരി സ്വന്തം കണ്ണുകൾ മൂടിക്കെട്ടി. കുട്ടികളുടെ ദുർഗുണങ്ങൾ കാണാതെ കഴിവുണ്ടായി, കാഴ്ച ഉണ്ടായിട്ടും അത് നിഷേധിച്ചു. അതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പലർക്കും പരാതിയാണ്. പലരും പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി ചെന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിളിച്ചിട്ട് അവരുടെ വീട്ടിലെ പരാതികളും പുരാതികളും ഒക്കെ പറയും. അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ അവർക്കൊരാശ്വാസം, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളെപ്പോഴും ഇല്ലായ്മകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നമുക്ക് ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ ഗാന്ധാരി മാതാവ് ഭർത്താവിന് സുഖം ഇല്ല, അന്ധനാന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ കല്യാണം കഴിച്ചത്. പക്ഷേ അന്ധനാണ് മനസ്സിലാക്കുമ്പോൾ പതിവ്രതയാണ് എന്ന് കാണിക്കാൻ ഭർത്താവിനില്ലാത്ത സുഖം എനിക്കും വേണ്ട എന്ന് പറഞ്ഞു. അത് ശരിയാണോ? ഒരാൾക്കെങ്കിലും കാഴ്ച ഭർത്താവിൻ്റെ കാഴ്ചയായി മാറേണ്ടുന്ന ആ സ്ത്രീ എന്ത് ചെയ്തു? ചേല ചീന്തി കണ്ണു മൂടിക്കെട്ടി. കുട്ടികൾ എത്ര എണ്ണ? 1, 2 ഒന്നുമല്ല. എത്ര രാജകുടുംബാണെങ്കിലും മറ്റുള്ളവർ നോക്കാനുണ്ടെങ്കിലും അമ്മയുടെ ആ ഒരു ഷെയറിങ് കെയറിങ് അത്രത്തോളം ആര് നോക്കിയാലും അമ്മ പറയും 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആവില്ല. അതൊരു സത്യം. ഇവിടെ എന്താ ചെയ്തതെന്നറിയോ? ഈ സ്ത്രീ കുട്ടികളുടെ ദുർഗുണങ്ങളൊന്നും കണ്ടില്ല. എല്ലാവരും മോശക്കാരായി. പേര് പോലും ഒരു അച്ഛനും അമ്മയ്ക്കും കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല 2 സമ്മാനങ്ങളാണ്. ഒന്ന് നല്ല ഒരു പേര്, മറ്റേത് നല്ലൊരു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ക്വാളിഫിക്കേഷൻ. ഇവിടെ എന്താ പേര് കൊടുത്ത്? ദുര്യോധനൻ, ദുശാസനൻ, അല്ലെ? ഒക്കെ ദുർഗുണങ്ങൾ തന്നെ അവർക്ക് ഉണ്ടായത്. ഇനി കുന്തി മാതാവിനെ നോക്കൂ. ശരിക്ക് ഇവിടെ 101 മക്കളാ, ദുശ്ശളയടക്കം 100 ആൾക്കാരാ കൗരവരുണ്ടായേ. കുട്ടികൾ അവർക്ക് തോന്നിയതുപോലെ വളർന്നു. അച്ഛൻ ധൃതരാഷ്ട്രർക്കൊരു പ്രത്യേകത ഉണ്ട്. ധൃതരാഷ്ട്രർ എന്റെ ആദ്യം തന്നെ ഹോളി ബുക്കായ ഭഗവത്ഗീതയിലെ ധൃതരാഷ്ട്ര ഉവാച എന്ന് പറയുന്നതെന്നറിയോ? ധൃതരാഷ്ട്രർക്കൊരു പ്രത്യേകത ഉണ്ട്. ആ പേര് തന്നെ നോക്കൂ, ധൃതരാഷ്ട്രം, രാഷ്ട്രർ എന്നാ പറയുന്നത്. രാജാവാണ്, രാജാവാനുള്ള യോഗ്യത ഉണ്ടായില്ല. ശരിക്കും ആദ്യത്തെ മകനാണ്, മൂത്ത മകനാ രാജാവിന്റെ സ്ഥാനം. എന്തേ കിട്ടാതിരുന്ന്? അന്ധനാണ് ജന്മന. കുരുടന്മാർക്ക് അല്ലെങ്കിൽ
മാനസികമായിട്ടും അദ്ദേഹം അന്ധനായിരുന്നു എന്ന് വേണം പറയാം. അന്ധത ഒരു വൈകല്യമാണ്. അവർക്ക് രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ല. കാരണം പ്രജകളെ കാണണം, രാജ്യത്തിലെ ക്ഷേമം അന്വേഷിക്കണം അല്ലേ. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ അന്ധന്മാര് ഭരിക്കുന്നുണ്ട്. പലതും നമുക്ക് അനുഭവം. പണ്ടൊക്കെ രാജഭരണമുള്ള കാലത്ത് റോഡുകളൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത്ര. ഇപ്പോഴൊക്കെ എന്താ അവസ്ഥ നോക്കൂ. നമ്മൾ എത്രത്തോളം ടാക്സ് അടയ്ക്കുന്നു, എന്നിട്ടും സുഖകരമായ ഒരു വീതി. വിദേശങ്ങളിൽ പോയി നോക്കുമ്പോഴാണ് നമ്മൾ എത്ര മോശം സിറ്റുവേഷനിലാണ് ഇവിടെ വളരണേ. ഇപ്പോഴത്തെ നമ്മളെ മക്കളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ, വിദേശങ്ങൾ തേടി പോവുക ജോലിക്ക്. അവിടുത്തെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടിയാൽ പിന്നെ അവർക്ക് തിരിച്ചു വരണം എന്നില്ല. നമ്മളുടെ ഭാരതം, മഹത്തായ ഈ ഭാരതത്തിൽ ജനിച്ച് ഹൈന്ദവനായി തന്നെ ജീവിച്ച് നമ്മുടെ പുരാണങ്ങളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ, സത്സംഗങ്ങളിലൂടെ അവസാനം നമ്മുടെ ഭഗവാന്റെ രാസക്രീഡയാടിയ കുറ്റിക്കാടുള്ള വൃന്ദാവനത്തിലൂടെ നടന്ന് അവസാനം കാശിനാഥന്റെ മണികർണികയിലെത്തണമെങ്കിൽ വിദേശികൾ വരെ വരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെ ഭരിക്കുന്നവർക്ക് അന്ധത കാരണം നമ്മൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതെല്ലാം അവിടെ നിൽക്കട്ടെ, ജീവിതവും ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ അന്ധനായ രാജാവിന് ആദ്യത്തെ പുത്രനായിട്ടും രാജസ്ഥാനം കിട്ടിയില്ല. സങ്കടമായി. പിന്നെ ആർക്കാ കൊടുക്കുക? അനുജനായ പാണ്ഡു. അദ്ദേഹത്തിന് പാണ്ഡേ ഉള്ളൂ, വലിയ പ്രശ്നമില്ല, പാണ്ഡുവിന് കൊടുത്തു. ഇതൊക്കെ എന്താ കാരണമെന്നോ, അമ്മയും അച്ഛനും വേഴ്ച നടത്തുന്ന സമയത്ത് അവരുടെ മാനസിക നില എങ്ങനെയാണോ അങ്ങനെ ആ കുട്ടികൾ ഉണ്ടാവുക അത്രേ. ഇങ്ങനെ കണ്ണടച്ചിട്ടാണത്രേ. വ്യാസൻ മഹർഷിയല്ലേ, ജടയൊക്കെയല്ലേ, അപ്പോൾ ഇങ്ങനെ കണ്ണടച്ച് ചെന്നുകൊണ്ട് ആ കണ്ണടച്ച കുട്ടി ഉണ്ടായി പറയുന്നു. വിളറി വെളുത്ത് പേടിച്ചാണത്രേ മറ്റേ ചെന്ന്. അപ്പോൾ അങ്ങനെ പാണ്ടുള്ള കുട്ടി ഉണ്ടായി എന്നാ. വിതുരരോ ശ്രേഷ്ഠനായിരുന്നു, പക്ഷേ ബാല്യക്കാരത്തിയാ. അപ്പോൾ ശ്രേഷ്ഠനാണെങ്കിലും അവിടെ രാജസ്ഥാനം കിട്ടില്ല. ഇങ്ങനെയാ ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്തു? ഈ കുട്ടികളെല്ലാം മോശമായി വളർന്നു. ധൃതരാഷ്ട്രർ എന്ന് പറയുമ്പോൾ ധൃതരാഷ്ട്രം, രാഷ്ട്രത്തെ മുറുകെ പിടിക്കുന്നവൻ എന്നാണ് ധൃതരാഷ്ട്രരുടെ പേര്. ഗീത തുടങ്ങുന്നത് തന്നെ ധൃതരാഷ്ട്രരുടെ ആ ഒരു വാക്കിലാണ്. അത് ചോദ്യം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇവിടെ. ഇനി കുന്തി മാതാവാണെങ്കിലോ 5 കുട്ടികളേ ഉള്ളൂ. 5 ഉണ്ടോ? ശരിക്കും 5 ഒന്നുമില്ല. കുന്തി മാദ്രി കാമാസക്തി കൂടുതലുള്ള സ്ത്രീ ആയിരുന്നു. ആ കാമം കൊണ്ട് തന്നെ ഭർത്താവിന് മരണപ്പെടേണ്ടി വന്നു അവര് പുറത്തു പോയ സമയത്ത്. ആ കഥ അറിയാലോ. കുന്തി മാതാവ് ആ അമ്മ മരിച്ചപ്പോ മാദ്രിയുടെ 2 കുട്ടികളെ കൂടി തൻ്റെ കുട്ടികളെ പോലെ നന്നായി ഉപദേശം കൊടുത്ത് വളർത്തി. പാണ്ഡവർ നല്ല സൽഗുണ സമ്പന്നരായി. ഇനി ഇവിടെ നിന്നും അവരെന്താ ചെയ്തേ? അവരെ ചതിക്കണം എന്ന ചിന്തയാണ് ദുർഗുണങ്ങളുള്ള ഈ കുട്ടികൾക്ക് ഉണ്ടായത്. ഇവരെ ചതിച്ചു കൊല്ലുന്നതിന് വേണ്ടി അരക്കില്ലം പണിതു. അരക്കില്ലത്തിൽ കൊണ്ടുപോയിട്ട് ചുടാന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് അവരുടെ ഭാഗം നിൽക്കുന്ന ഒരു സേവകൻ ഉള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോരാണ്. എന്നിട്ട് അവർ പേടിച്ച് പല സ്ഥലങ്ങളിലും താമസിച്ച് അവസാനം ദ്രൗപദിയെ കല്യാണം കഴിക്കുക. എന്നിട്ടാണ് പിന്നെ തിരിച്ചു ചെല്ലുന്നതും നമ്മളുടെ ഡൽഹി അവിടെ ഒരു സാമ്രാജ്യം പണിയുന്നതും. ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അനുജന്റെ കുട്ടികളല്ലേ എന്ന് കരുതി മനമില്ല മനസ്സോടെയാണ് അവർക്ക് ഒരു ഹസ്തിനപുരവും ഇന്ദ്രപ്രസ്ഥം പണിതത്. ഇങ്ങനെ ഈ കുട്ടികളും കുന്തിയും കൂടി സന്തോഷമായി ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഈ കുട്ടികളിലെ ഭീമനെ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കുക. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശരിക്കും സ്വന്തം സഹോദരനാ. ധൃതരാഷ്ട്രരുടെ അനുജനാണ് പാണ്ഡു. പാണ്ഡുവിന്റെ പുത്രൻ. പാണ്ഡു മരിച്ചു കഴിഞ്ഞാൽ ആരാ നോക്കേണ്ടത്? ജ്യേഷ്ഠനായ ധൃതരാഷ്ട്ര. പ്രത്യേകിച്ചും രാജസ്ഥാനം മകനെ രാജാവാക്കി ഇരിക്കുകയാണ്. ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട അച്ഛൻ അല്ലെങ്കിൽ വല്യച്ഛൻ തന്നെ എന്ത് ചെയ്തു? വിഷം കൊടുത്തു കൊല്ലാൻ, സ്വന്തം അനുജനെ സഹോദരനെ വിഷം കൊടുത്തു കൊല്ലാൻ. എന്തിനു വേണ്ടി? രാജ്യത്തിന് വേണ്ടി. ഇപ്പൊ എന്താ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണേ? ഒരു ഭാഗം വെക്കുന്ന സമയത്താണ് ഏട്ടൻ അനുജന്മാരുടെ ശരിയായ സ്വഭാവം നമുക്ക് മനസ്സിലാവുക. ഇനി ദ്രൗപദി നമ്മളെല്ലാവരും പറയും നല്ല സുന്ദരിയായിരുന്നു അല്ലേ. നമ്മുടെ മനസ്സിലെ സുന്ദരമായ ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പാല് പോലത്തെ നിറമൊക്കെ അല്ലേ. ഈ സുന്ദരിയായ ദ്രൗപദിയുടെ കണ്ണുകൾ കരിങ്കൂവളപ്പൂ പോലെ ആയിരുന്നു. അതേസമയം ഭാനുപ്രിയല്ലേ, അതുപോലത്തെ നിറായിരുന്നു അത്രേ ദ്രൗപദിക്ക്. മറ്റൊരു കാര്യം, ഈ സ്വർഗാരോഹണം ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് അവർ നടന്നു പോകുമ്പോൾ ആദ്യം വീഴുന്നത് ദ്രൗപദിയാണ്. കാരണം
ദ്രൗപദിക്ക് അർജുനനോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു അത്രേ. ആദ്യം വീണ് മരിച്ചു. രണ്ടാമത് സഹദേവൻ വീണു. അദ്ദേഹത്തിന്റെ ശസ്ത്രവിദ്യയുടെ പാടവം, അതിൽ അഹങ്കാരം ഉണ്ടായിരുന്നു. നേരിട്ട് സ്വർഗത്തിൽ എത്താൻ പറ്റാത്തതിന്റെ കാരണാട്ടോ. മൂന്നാമതായിട്ട് നകുലനാ വീഴുന്നത്. നകുലൻ ഏറ്റവും സുന്ദരനായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ സൗന്ദര്യത്തിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെ പാടില്ല. ചുമർ ചിത്രങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഭഗവാന്റെ അമ്പലത്തിൽ കയറുമ്പോ ആ ചുമർ ചിത്രങ്ങളെല്ലാം നഗ്നമായിട്ടാണ് വരച്ചു വെക്കുക. എന്താ കാരണം? ശരിക്ക് ചിലരൊക്കെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നഗ്നമായ ചിത്രങ്ങൾ അമ്പലത്തിലോ. പക്ഷെ നമുക്കത് കാണുമ്പോൾ യാതൊന്നും ഭഗവതി എന്നുള്ള ഒരു ഭാവേ തോന്നൂ. കാരണം മനുഷ്യൻ സത്സംഗത്തിലൂടെ നിസ്സംഗനായി മാറണം. ഈ ശരീരബോധം വെടിയണം എന്നാണ് കാണിക്കുന്നത്. ശരീരബോധം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ സുന്ദരനാന്നുള്ള തോന്നലുണ്ടായേ. അതുകൊണ്ട് നകുലൻ വീണു. ഇവിടെ ദ്രൗപദിയെ ഭഗവാൻ ചേലയായി വന്ന് തൊട്ട ആ ഒരു കഥ കൂടി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് ആ ഭാഗം അങ്ങോട്ട് പൂർണ്ണാവില്ല. കാരണം ദ്രൗപദി മഹാകൃഷ്ണ ഭക്തയായിരുന്നു. എന്താ ഉണ്ടായത്? ധർമ്മപുത്രർ എല്ലാ കാര്യത്തിലും ധർമ്മത്തിലൂടെ പോകുന്ന വ്യക്തിയാ. പക്ഷെ എല്ലാ മനുഷ്യനും ഉണ്ടാവത്രേ ഒരു വീക്ക്നെസ്, ഒരു ദൗർബല്യം. ഇയാൾക്കുള്ള ഒരു ദൗർബല്യം എന്താണോ? ചൂതുകളി. എവിടെ ഉണ്ടെന്ന് കേട്ടാലും വിളിച്ച അപ്പ പോവും. ഇവിടെ ആര് വിളിച്ചു? ശകുനി അമ്മാവനെ കൂട്ടുപിടിച്ചിട്ട് ദുര്യോധനൻ തന്നെ വിളിച്ചു വരുത്തി. എന്നിട്ടോ കള്ളച്ചൂത് വെച്ച് വ്യാജമായ വിജയം നേടിയിട്ട് എന്താ ചെയ്തേ? കണ്ടതൊക്കെ പണയം വെച്ചു. ഭാര്യയെ പണയം വെക്കാൻ അധികാരമില്ലേ? ഭാര്യയും പണയം വെച്ച് കളിച്ചു. എന്നിട്ട് ഇതിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? ഇപ്പൊ പലതരം പുതിയ ഗെയിമുകളാ അല്ലെ, പൈസ വെച്ച് കളിക്കുന്നു. പണ്ടൊക്കെ ഷീട്ടൊക്കെ കളിച്ചിരുന്നത് പോലെ. ഇങ്ങനെ ആ ഭാര്യയെ വ്യാജമായ വിജയം, ശരിക്ക് വിജയിച്ചു വെച്ചാൽ തരക്കെടില്ല, വ്യാജമായ വിജയത്തിൽ മൃഗീയമായ സ്വഭാവം, അവരുടെ അഹങ്കാരം തിളച്ചു മറിഞ്ഞ് വലിച്ചു കൊണ്ടുവരാൻ പറയാ. രജസ്വലയായിരിക്കുന്ന ദ്രൗപദിയെ ചേല വലിച്ചൂരാനാ സഭയിൽ കൊണ്ടുവന്ന് പറയുന്നത്. ഭീഷ്മപിതാമഹരും ദ്രോണാചാര്യരും ധൃതരാഷ്ട്രരും നോക്കി നിൽക്കെ ആ ദ്രൗപദിയുടെ ചേല വലിച്ചു ഊര സമയത്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ചു ഇത്രേ പാഞ്ചാലി. രജസ്വലയായിരിക്കുന്ന ഒരു സ്ത്രീയല്ലേ, കൃഷ്ണ എന്ന് വിളിക്കുന്നുണ്ട്. വൈകുണ്ഠത്തിൽ ഇരുന്നിട്ട് ലക്ഷ്മി ദേവി ചോദിക്കുക, അങ്ങയല്ലേ ആ വിളിച്ച് കരയുന്നേ, എന്താ പോവാത്തേന്ന്. അപ്പോ പറഞ്ഞു ഇത്രേ, അവളുടെ കൈ എവിടെ നോക്കൂ. ഇപ്പോഴും ദ്രൗപദിക്കൊരു വിചാരമുണ്ട്, എനിക്ക് പിടിച്ചു നിർത്താം എന്ന്. അതങ്ങോട്ട് മാറട്ടെ. അവസാനം രക്ഷയില്ല, ഇവന് ദൂരും മാനം കെടുന്നു മനസ്സിലായപ്പോ രണ്ട് കൈകളും പൊക്കി കൃഷ്ണാന്ന് വിളിച്ചപ്പോ ഭഗവാൻ ചേലയായി രജസ്വലയായ ആ പഞ്ചാലിയെ വന്ന് സ്പർശിച്ചു എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ അശുദ്ധം. മനസ്സിലായില്ലേ? ഇവിടെ നാട് വിട്ടാൻ ഓർത്തലൊന്നും പോയാ അശുദ്ധിയെക്കുറിച്ചൊന്നും ചിന്തിക്കണേ ഇല്ല. നമ്മളെല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്തുക. ഹൈന്ദവന്റെ വീട്ടിൽ മാത്രമാണ് ഈ അരുത് ഉള്ളൂ. അരുത് എന്നുള്ള വാക്ക് നമ്മുടെ വീടുകളിൽ ഉള്ളിടത്തോളം കുട്ടികൾ ഗ്രന്ഥം തുറക്കില്ല. അശുദ്ധിയ അന്ന് പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് അകത്തുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അത് തൊടാത്തൊരവസ്ഥയിലേക്ക് എത്തിയെന്ന് ഒരമ്മ പറഞ്ഞു എന്നോട്. അങ്ങനെ മാറ്റി നിർത്താതെ ഹരിനാമകീർത്തനം എന്താ പറയുന്നത്? ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ആർക്കുമുടൻ അരുതാത്തതല്ല ഹരി നാരായണായ നമഃ. റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം മാത്രമാണ് അതെന്ന് മനസ്സിലാക്കുക. ഓങ്കാരം കൂട്ടി ജപിക്കേണ്ടെന്നേ ഉള്ളൂ, അന്നും ജപം മുടക്കണ്ട എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇനി ആ പാഞ്ചാലിയെ അങ്ങനെ ചേലയായി വന്ന് അനുഗ്രഹിച്ച കൃഷ്ണൻ, ചിരിക്കാത്ത കരയാത്ത കൃഷ്ണൻ ആ യുദ്ധഭൂമിയിൽ അർജുനന്റെ കൂടെ നിൽക്കുന്നതാണ് നമുക്ക് ഗീതയിൽ കാണുക. ഇനി മറ്റൊരു കഥാപാത്രം ഇതില് യുദ്ധഭൂമിയിൽ അങ്ങനെ വീണ് കിടക്കുക. ഏറ്റവും ദാരുണമായ മരണം ആരുടേതാണ് കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ചോദിച്ചാൽ അത് ദുശാസനന്റെ. എന്താ കാരണം? ഈ ചേല വലിച്ചൂരിയപ്പോ ഭീമനൊരു ശപഥം ചെയ്തു ഇല്ലേ? എന്താ? പാഞ്ചാലി മുടി അഴിച്ചിട്ടു. ആ രക്തം പുരണ്ട കൈകൊണ്ടേ ഇനി ഞാൻ എൻ്റെ മുടി കെട്ടു എന്ന് പറഞ്ഞിട്ട്. അതിനു വേണ്ടി ഭീമൻ എന്ന് പറഞ്ഞാൽ അത്രയും സിൻസിയോറിറ്റി, ആളൊരു വലിയ മനുഷ്യനാണെങ്കിലും പാഞ്ചാലി എന്ത് പറഞ്ഞാലും ചെയ്യില്ലേ, സൗഗന്ധികം വരെ കൊണ്ടുവന്നു കൊടുത്തു. അങ്ങനെ ആ പാഞ്ചാലിയുടെ മുടി കെട്ടുന്നതിന് വേണ്ടി യുദ്ധം ഒഴിവാക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴും അതിനെതിരായിരുന്നു ഭീമൻ. ഈ ഭീമസേനൻ ദുശാസനനെ കുരുക്ഷേത്ര ഭൂമിയിൽ, എവിടെയാ കുരുക്ഷേത്രം? നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെ ഹരിയാനയാണ് കുരുക്ഷേത്രം. ഇപ്പോഴും പോയാൽ നമുക്ക് അവിടെ കാണാം. ഭീഷ്മാർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭീഷ്മര് വീണ് കിടന്ന സ്ഥലം. ഭീഷ്മരാശരശയ്യയിൽ അങ്ങനെ കിടന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി ചോദിക്കുകയാണ്,
കിമേകം ദേവതം ലോകേ കിം വാപ്യേകം പരായണം. ഏത് ദൈവത്തെയാണ് നമ്മൾ സ്മരിക്കേണ്ടത്, ആരെയാണ് സ്തുതിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു സഹസ്രനാമം അങ്ങോട്ട് ശരശയ്യയിൽ കിടന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭീഷ്മാചാര്യർ. ആ ഭീഷ്മ കൊണ്ട് 64 കിലോമീറ്റർ വീതിയും 64 കിലോമീറ്റർ നീളവുമുള്ള സമചതുരത്തിലുള്ള ആ കുരുക്ഷേത്ര ഭൂമി ഇന്ന് ഹരിയാനയിൽ ഇന്നും ഉണ്ട്. ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ദുശാസനനെ ഓടിച്ചിട്ട് പിടിച്ച് താഴെ വീഴ്ത്തി നെഞ്ച് ഇടിച്ച് പൊളിച്ച് മാറ് പിളർന്ന് ആ ഹൃദയം പൊളിച്ച് ചോര കുടിക്കുന്ന രംഗം, അത് ഏറ്റവും ദാരുണമായ രംഗം. അത് ദുശാസനനെ കൊല്ലുന്നത് കണ്ട സമയത്ത് സൈനികരൊക്കെ പേടിച്ചൂത്രേ. ഈ ഭീമസേനന് രാക്ഷസി ആയ ഭാര്യമാരുണ്ട്, രാക്ഷസിയിൽ കുട്ടികളുണ്ട്, അതൊക്കെ വേറെ വരുന്നു. രാക്ഷസനാണോ ഇദ്ദേഹം എന്ന് വിചാരിച്ചു. കാരണം മനുഷ്യ രക്തം കുടിക്കുന്ന ഭീമസേനൻ ആ ശബദാണ്. ആ ചോര പുരണ്ട കൈകൊണ്ട് പാഞ്ചാലിയുടെ മുടി കെട്ടിക്കൊടുത്ത ഭീമസേനൻ, ഏറ്റവും ദാരുണമായ മരണം. ഇനി മഹാഭാരതത്തിൽ നിന്ന് ഒന്ന് നമുക്ക് ഇങ്ങോട്ട് മാറി ചിന്തിക്കാം. മഹാഭാരതത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ദിവസേന ഉപയോഗിക്കുന്ന, സപ്താഹവേദികളിൽ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങളിൽ ഒന്നാണ് വിഷ്ണു സഹസ്രനാമം, മറ്റൊന്ന് ഭഗവത്ഗീത. പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതാവുമ്പോഴേ വായിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് ഭാഗവതം വാങ്ങിപ്പിക്കുകയാണ് ബാലകൃഷ്ണ പിഷാരോടി. എൻ്റെ ആചാര്യൻ ഒരു ഷാരോടിയാണ്, ഞാൻ അഭിമാനത്തോടെ എന്നെ അത് പറയും. പക്ഷെ ഇന്ന് അദ്ദേഹം ഇല്ല. എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തെ പോലെ ഇങ്ങനെ ഇരുന്ന് പറയാനാക്കിയത് വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ നമിക്കുകയാണ് ഞാൻ. വരൂ വരൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഭാഗവതത്തിന് മുന്നിൽ ആചാര്യന്മാർക്കൊപ്പം ഇരുത്തി 16 വയസ്സുള്ള എന്നെ നിർബന്ധിച്ച് വായിപ്പിച്ച്, തെറ്റുമോ എന്ന് പേടിക്കുമ്പോൾ അതൊക്കെ മന്ത്രങ്ങളല്ലേ, ഞാനിവിടെ തിരുത്തുന്നുണ്ട്, മോള് ധൈര്യമായിട്ട് വായിച്ചോളൂ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഭാഗവതം വായിപ്പിച്ചിരുന്നു. ഈ ഭാഗവത ആചാര്യന്മാർ വായിക്കാൻ സമ്മതിച്ചില്ല വെച്ചിട്ടൊന്നും വിഷമിക്കണ്ട. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ പറയണേ. കുറേ വേദികളിൽ പോകുമ്പോൾ കിട്ടുന്ന പരാതികളാണ്. അവർ ഈ വീഡിയോ കാണും. നമ്മളുടെ ഉള്ളില് ആണ് അസാവാദിത്യോ ബ്രഹ്മ ബ്രഹ്മൈവാഹമസ്മി. ആദിത്യദേവ, അങ്ങ് ബ്രഹ്മമാകുന്നു, ഞാനും ബ്രഹ്മമാകുന്നു. സർവ്വതും എന്താണ്? ബ്രഹ്മമയാണ്. സർവന്തര്യാമിയാണ് ഭഗവാൻ. ഇവിടെ തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് സുഖമായിട്ട് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഒരു ദിവസം ഒരധ്യായം അങ്ങോട്ട് വായിച്ച് സമർപ്പിക്കുക. ഒരു സപ്താഹം അങ്ങോട്ട് നടത്താൻ 1 വർഷമൊക്കെ വേണ്ടി വരുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിലും സപ്താഹം നടത്തിയ എന്താ ഗുണം എന്നറിയോ? എത്രയോ തലമുറകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. ചിലരൊക്കെ അപമൃത്യു സംഭവിച്ച് കാണും. നമുക്കറിയില്ല നമ്മുടെ കാരണന്മാരെ കുറിച്ചിട്ട്. ചിലർ പാമ്പ് കടിയേറ്റ് മരിച്ചവരുണ്ടാവും, ചില ജീവജാലങ്ങൾ ദുർമരണപ്പെട്ടുണ്ടാവും, ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടാവും. ഇതൊന്നും നമുക്ക് നമ്മുടെ പൂർവികരെ കുറിച്ച് അച്ഛൻ്റെ പേര് വെച്ച് അറിയില്ല നമുക്ക്. അങ്ങനെയുള്ള ജീവജാലങ്ങൾ, നമ്മൾ വളർത്തിയിരുന്ന പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെ ദുർമരണം, ആത്മഹത്യയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആത്മാക്കളൊക്കെ അങ്ങനെ അലഞ്ഞു നടക്കുന്ന, നമ്മളൊരു സപ്താഹം കുറിച്ച അല്ലെങ്കിൽ നമ്മളൊരു ഭാഗവതം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന ഭഗവാനെ തന്നെ വാങ്ങുന്നതാ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. പ്രത്യക്ഷത്തിൽ കൃഷ്ണൻ തന്നെ. അതായത് കലികാലം വരാൻ പോകുന്നു, കൃഷ്ണ ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഭാഗവതത്തിലേക്ക് ഭഗവാൻ അങ്ങോട്ട് ആവേശിച്ചു. അതുകൊണ്ടാണ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാന്ന് പറയുന്നത്. ഭാഗവതം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച സുഖായി. ഒരു സ്ത്രീ വിളിച്ചിട്ട് ചോദിച്ചു, ഇതങ്ങോട്ട് വിറ്റാലോ? ഞാൻ വായിക്കണമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അയ്യോ വിൽക്കണ്ട, എന്തെങ്കിലും വായിക്കാൻ തോന്നിയാലോ അതവിടെ എടുത്തു വെച്ചോളൂ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ വായിക്കാൻ അങ്ങോട്ട് തോന്നില്ല അത്രേ. ഇതൊന്നും അങ്ങോട്ട് തുറന്നാണ്ടല്ലോ. എന്താ പറയുന്നത്? അസാരേ സംസാരേ വിഷയവിഷസംഗാകുലതീയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം. ഒരു ക്ഷണനേരം ഈ സംസാരത്തിൽ മുങ്ങിപ്പൊങ്ങാതെ ഇതൊന്ന് വായിക്കൂ. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭാഗവതം വായിക്കുവിൻ, കേൾക്കുവിൻ. വേറെ ആർക്കും വേണ്ടിയിട്ടല്ലാന്നാ. കാരണം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഗീത പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ മഹാഭാരതത്തിലെ കുറേ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ജീവിതത്തിൽ ഗീത അല്ലെങ്കിൽ സഹസ്രനാമം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു. ഗീത പഠിക്കണം, മഹാഭാരതം വായിക്കണം. മൂന്നാമതായിട്ട് എന്താ ചെയ്യേണ്ടത്? ഗംഗയിലൊന്ന് കുളിക്കണം, ഹിമാലയം സന്ദർശിക്കണം. അവിടെ ചാർധാം 4 ധാമങ്ങളൊക്കെ ഉണ്ട്. ഹരിദ്വാർ, ഹരിയുടെ കവാടം എന്നാ അറിയപ്പെടുന്ന. ഇനി അവസാനം ഭാഗവതം കേൾക്കണം. കേട്ടാ മതി എന്നാ പറയുന്നത്. എന്നാ തന്നെ പുണ്യം. അതാണ് പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ഈ മഹാഭാരതത്തിൻ്റെ നടുക്കഷ്ണമായ ഗീതയെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കാം. ഗീത ഭഗവാൻ നേരിട്ട് ഗാനം ചെയ്തു തന്നു.
ആർക്ക് വേണ്ടി? നമ്മളാണ് അർജുനന്മാർ. അർജുനന്മാർ എന്ന് പറയുമ്പോൾ അർജുനൻ അത്ര വിവരമില്ലാത്ത ആളൊന്നും ആയിരുന്നില്ല. പിന്നെ എന്തേ യുദ്ധക്കളത്തിൽ ഇങ്ങനെ തളർന്നു വീണേ? അപ്പൊ യുദ്ധം ചെയ്യണം കൃഷ്ണ, ഒരു സൂചി കുത്താൻ ഇടം തരില്ല എന്ന് പറഞ്ഞു എന്ന് അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങിയതാ. അപ്പൊ പറഞ്ഞു ഒക്കെ കൊണ്ടുപോയി കേട്ടോ, കൗരവര് വന്ന് കൊണ്ടുപോയി, ഇനി ഞാൻ തന്നെ ഉള്ളൂ, ഇന്നെ മതിയോന്ന് ചോദിച്ചു അത്രേ. ഇനി മതി, കൃഷ്ണനെ മതി, കൃഷ്ണൻ ഉണ്ടെങ്കിൽ എന്താ, എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് ഭഗവാൻ വന്നാ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവമായി അവർക്ക്. കാരണം യഥോ കൃഷ്ണ തഥോ ജയ, എവിടെ കൃഷ്ണൻ ഉണ്ടോ അവിടെ ജയവും ഉണ്ട് എന്നാണ് ഗീത അവസാനം പറയുന്നത്. ഇവിടെ കൃഷ്ണൻ വന്നു, എന്നാ ശരി നമുക്ക് യുദ്ധം ചെയ്യാന്നൊക്കെ പറഞ്ഞു. എല്ലാ അക്ഷൗഹിണി, ഇവരുടെ കയ്യിൽ 11, അപ്പുറത്തെ ബാക്കി 18 അക്ഷൗഹിണിപ്പടയാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. ഇങ്ങനെ അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുക. ആ സമയത്ത് ഭഗവാനോട് പറയാണ്, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുതാ. ഈ രഥം എവിടെ കൊണ്ടുപോയി നിർത്തണം? സേനകളുടെ രണ്ടിന്റെയും മധ്യത്തിൽ. എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് ഈ നമ്മളോട് യുദ്ധം ചെയ്യാൻ ഏറ്റുമുട്ടാൻ വന്ന രാജാക്കന്മാരെ ഒക്കെ ഒന്ന് കാണണം. വന്നിരിക്കുന്നതെല്ലാം അവരുടെ സുഹൃത്തുക്കളും കുടുംബക്കാരും. കൂടുതൽ കുടുംബക്കാരും ആരുടെ കൂടെ എന്നറിയോ? ദുര്യോധനന്റെ കൂടെ. കാരണം ഇവർ കുറെ കാലം കാട്ടിലൊക്കെ താമസിച്ചില്ലേ. പക്ഷെ കാട്ടിൽ താമസിക്കുമ്പോഴും ഇവരെങ്ങനെയായിരുന്നു എന്നറിയോ? സൽസംഗങ്ങൾ, മാമുനിമാരോടൊപ്പം സൽക്കർമ്മങ്ങൾ, തപസ്വാധ്യായങ്ങളാണ് പണ്ടവര് നടത്തിയത്. അതേസമയം കൗരവരോ വിഷയത്തിൽ അങ്ങനെ മുങ്ങി സുഖിച്ച് സുഖലോലുപതകളിൽ ായിരുന്നു. കൃഷ്ണൻ എന്തുകൊണ്ടാ അപ്പൊ അവരുടെ കൂടെ എന്ന് മനസ്സിലായില്ലേ? ഇതെല്ലാവരും ചോദിക്കുന്ന ചോദ്യ. കൃഷ്ണൻ പക്ഷപാതം കാണിച്ചില്ലേ? പാണ്ഡവരുടെ കൂടെയല്ലോ നിന്നത്. ആരാണോ സ്വാധ്യായം ചെയ്യുന്നത്, സ്വാധ്യായാൻമാ പ്രമദ, ഉപനിഷത്ത് തൈത്തിരീയം പറയുന്നതാ. സ്വാധ്യായത്തിൽ നിന്നും നീ വ്യതിചലിക്കരുത്. ദിവസേന ഒരു ഗ്രന്ഥത്തിൽ ഒരു പേജെങ്കിലും വായിക്കണം. ഇതാണ് സ്വാധ്യായം. അതിനെക്കുറിച്ച് മനനം ചെയ്യണം, ചിന്തിക്കണം എന്നാ പറയുന്നത്. ഇവിടെ ഗീതയിലെ ഗീത ഇങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു ധ്യാനം. പലരും എന്നോട് പറഞ്ഞു, അതൊന്നും പഠിക്കാറില്ല, ആദ്യത്തെ ശ്ലോകം മുതലാ പഠിച്ചേ. ഞാൻ അല്ല, ഗീതാധ്യാനം വായിക്കണം. ഭാഗവതം വായിക്കുന്നവരെന്നോട് പറയും, മഹാത്മ്യൊന്നും കാര്യമായിട്ടൊന്നും പറയാറില്ല ടീച്ചറെ, ഞാൻ അതൊന്നും വായിക്കാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, അതിലാണ് എല്ലാം ഉള്ളത്. അത് പത്മപുരാണത്തിന്റെ ഭാഗ, അതിലാണ് എങ്ങനെ ഭാഗവതം കേൾക്കണം. ഭാഗവതം കേൾക്കുമ്പോൾ ഭാഗവതത്തിന്റെ സ്ഥാനം എന്താണ്, എന്തെല്ലാം ഭക്ഷണം കഴിക്കാം. കുറെ വർഷമായില്ലേ ഭാഗവതം കേൾക്കണു, മോക്ഷം കിട്ടിയില്ലാലോ. എന്തേ? ആര് കേട്ട പോലെ കേട്ടില്ല. ഗോകർണൻ നടത്തിയില്ലേ സപ്താഹം? ആർക്കാ? ബന്ധുകാരിക്കല്ലേ മോക്ഷം കിട്ടി, വേറുള്ളവർക്കൊന്നും കിട്ടിയില്ല. അവർക്ക് വേണ്ടി വീണ്ടും സപ്താഹം നടത്തേണ്ടി വന്നു. നമ്മൾ കുറേ കേൾക്കും, പക്ഷെ കുറേ കേൾക്കുമ്പോൾ എന്താണോ, മനനം ചെയ്ത് നമ്മുടെ കർമ്മം തീരണം. അതിനെക്കുറിച്ചും ഗീത പറയുന്നുണ്ട്. മരണം എന്താണ്, ആത്മാവ് എന്താണ്, സാധാരണക്കാരൻ്റെ ചോദ്യങ്ങളാ. കുറച്ച് ഗ്രന്ഥത്തിൽ കൂടെ പോയാൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ഭഗവത്ഗീത പറയാ. ഈ ഗീത ധ്യാനം ഇവിടെ എടുത്തു വെച്ച ആദ്യത്തെ ശ്ലോകമാണ് ഞാൻ പറഞ്ഞത്. പാർത്ഥായ പ്രതിബോധിതാം. പാർത്ഥൻ, ആരാ പാർത്ഥൻ? അർജുനൻ. അർജുനന് വേണ്ടി ആരാണ്? കൃഷ്ണൻ ഉപദേശിച്ച അഷ്ടാദശാധ്യായിനിയും 18 അധ്യായങ്ങളുള്ള ഗീത. അത്രയേ ഉള്ളൂ, 701 ശ്ലോകങ്ങൾ. കുഞ്ഞു ബുക്ക. ആൽബർട്ട് ഐൻസ്റ്റീൻ ഗീത മുഴുവൻ അങ്ങനെ പഠിച്ചു അത്രേ. എന്നിട്ട് പറയാണ്, ഭഗവാൻ സൃഷ്ടി നടത്തിയതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ സൃഷ്ടി നടത്തിയതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇനി മറ്റൊന്നും ആവശ്യമില്ല, അതായത് മറ്റെല്ലാം അനാവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയുമ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മുടെ വിചാരം ജനിച്ചു വീണ അവിടെ അങ്ങനെ സുഖമായിട്ട് സെറ്റായിട്ട് ജീവിക്കണം എന്നാ. ഇന്നും ഇവിടെ അങ്ങനെ ജീവിക്കും, ഈ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കാന്നല്ലേ വിചാരം. അതല്ല എന്നുള്ളത് ഗീത നമ്മളോട് പറയാ. അപ്പോഴാണ് കൂടുതലൊന്നും വെട്ടിപ്പിടിക്കേണ്ട. E=mc² എന്നുള്ള ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ആ ഒരു ഇക്വേഷൻ കിട്ടിയത് ഐൻസ്റ്റീന് നമ്മുടെ ഗീതയിൽ നിന്നാണ് പറയുന്നത്. വിദേശികളെല്ലാം ഗീത ചാൻഡിങ് നടത്തിക്കൊണ്ടിരിക്കുക. മെൻഡാരിൻ ഭാഷ, ചൈനയിലെ 10,000 ഗീതാ പുസ്തകങ്ങൾ മെൻഡാരിൻ ഭാഷയിൽ അടിച്ചിറക്കി 5 മിനിറ്റ് കൊണ്ട് വിറ്റ് തീർന്നു അത്രേ. അപ്പൊ ഗീത എന്നും തല ഉയർത്തി ഇങ്ങനെ നിൽക്കൂത്രേ നമ്മളോട്, എന്നെ ഒന്നുകൂടി വ്യാഖ്യാനിക്കൂ എന്ന് പറഞ്ഞിട്ട്. കാരണം ഒരു തവണ വായിക്കുമ്പോൾ അർത്ഥമല്ല മറ്റൊരു തവണ തോന്നുക. അപ്പൊ ഗീത കുറേ സ്റ്റേജുകളിൽ പറഞ്ഞതാ, പക്ഷെ അവിടെ പറഞ്ഞതൊന്നുമല്ല ഇന്ന് പറയാ. അതാണ് ഗീതയുടെ പ്രത്യേകത. ഇനി ഈ 18 അധ്യായങ്ങളുള്ള ഗീത ധ്യാനത്തിൽ പറയാ, ഇതെന്താ, എവിടുന്നാ ഉണ്ടായേന്ന്. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന. എവിടുന്നാ? ഗോപാലനന്ദനൻ. ആരാ കറന്നെടുത്തേ? എവിടുന്നാ കറന്നെടുത്തേ?
സർവോപനിഷദോ ഗാവോ, എല്ലാ ഉപനിഷത്തുക്കളിൽ നിന്നും, വേദാന്തം ആണ് കേട്ടോ ഉപനിഷത്തുക്കൾ, വേദസാരം ഇങ്ങനെ കറന്നു വെച്ച് 108 ഉപനിഷത്തുക്കളുണ്ട്. ഈ ഉപനിഷത്തുക്കളൊക്കെ എന്താ പറയുന്നത് അറിയോ? ശ്രദ്ധയെ കുറിച്ചാ പറയുന്നത്, ഭക്തിയെ കുറിച്ചല്ല. പക്ഷേ ഗീത ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയുന്നുണ്ടെങ്കിലും ഭക്തിയെ കുറിച്ചാണ് കൂടുതൽ പറയുന്നുള്ളത്. ഭക്തി തന്നെയാണ് എന്ത് പറയുന്നത് ഇവിടെ ഭാഗവതവും പറയുന്നത്. ഭാഗവത ദർശനം തന്നെ പറഞ്ഞു വെച്ചിരിക്കുക 9ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. അതേ ശ്ലോകം തന്നെ അവസാനത്തെ വരി മാറ്റി 18ാം അധ്യായത്തിൽ 65ാമത്തെ ശ്ലോകം. അതൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴാണ് വേദം പറഞ്ഞത് തന്നെ. വേദം എന്താ പറഞ്ഞത്? ശൃണ്വന്തു വിശ്വ അമൃതസ്യ പുത്ര, അമൃതത്വത്തിന്റെ പുത്രന്മാരെ നിങ്ങളിത് കേട്ടാലും. നമ്മളെല്ലാം അമൃതസ്വരൂപികളാണ് വേദം പറയുന്നത്. ആര്? മനുഷ്യനായി ജന്മം കിട്ടിയത്. അത്രയും പുണ്യമുണ്ടെങ്കിലാണത്രേ മനുഷ്യനായി ഈ ഭൂമിയിൽ, പ്രത്യേകിച്ച് ഭാരതഭൂവിൽ, ഭാരതഖണ്ഡത്തിൽ ജന്മം കിട്ടും. മാത്രമല്ല ഇങ്ങനെയുള്ള പുണ്യം സുഹൃതം കൂടുമ്പോൾ ദുരിതം കുറയുമ്പോഴാണത്രേ ഇതിലേക്ക് ശ്രദ്ധയുണ്ടായി ഒരു സപ്താഹവേദിയിൽ, ഒരു സത്സംഗവേദിയിൽ എത്തിപ്പെടും. ഇപ്പൊ നിങ്ങൾ അവിടെ എത്തി നിൽക്കല്ലേ, നമ്മൾ അങ്ങോട്ട് തുറന്നാൽ തന്നെ പകുതിയായി, ബാക്കി പിന്നെ ഭഗവാൻ നോക്കിക്കോളും. നമുക്ക് തോന്നും നമ്മളതൊക്കെ ചെയ്യുന്നതെന്ന്. രാവിലെ എത്ര നേരത്തെ ഈ തണുപ്പത്ത് എഴുന്നേറ്റ് ഇവിടെ വരണൂലേ. നിങ്ങൾ മാതൃസമിതിക്കാർ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, കമ്മിറ്റിക്കാർ അതിലും കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. എന്തേ ഇതൊക്കെ ചെയ്യാൻ തോന്നാൻ? കഴിഞ്ഞ ജന്മത്തിലെ സുഹൃതം, അല്ലാതെ ഈ ജന്മത്തിൽ ചെയ്തതൊന്നും അല്ല. ഒരു മനുഷ്യനായി ജനിച്ചിട്ട് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞാൽ അത് അവിടെ എഴുതപ്പെടുന്ന. കാരണം വീട്ടിൽ ചെയ്യുന്ന ജോലികളൊക്കെ എന്താ? അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ധർമ്മമാണ്. ആചാര പ്രഭവോ ധർമ്മ, ധർമ്മം ഉത്ഭവിക്കുന്നത് തന്നെ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നുമാണ്. എന്തിനാ അപ്പൊ ഇതൊക്കെ ചെയ്യണേന്ന് ചോദിക്കും. ഓണത്തിന് മാവേലി വരെ നമ്മൾ ശരിക്കും മാവേലി അല്ല വെക്കണേ. ആരെ വെക്കണേ? തൃക്കാക്കരപ്പനെയാ. അതൊരു ശാപ, മഹാബലിയുടെ പേരിൽ അറിയപ്പെടുമെന്ന്. അതൊക്കെ എന്തിനാ അപ്പൊ ഇതൊക്കെ എന്നായി ഇപ്പോഴത്തെ ജനറേഷൻ. ആചാരങ്ങൾ അനുഷ്ഠിക്കണം. ആരാണോ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് അവനാണ് ശ്രേഷ്ഠൻ എന്ന് ഗീത പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി ആചരിക്കണം. പണ്ടുള്ളവരൊക്കെ ആചരിക്കുന്നുണ്ട്. ഇനി ഇവിടെ പറയാണ് സർവോപനിഷദോ ഗാവോ. ഗാവോ എന്ന് പറഞ്ഞ പശു. ഈ ഉപനിഷത്തുക്കളായ പശുക്കളിൽ നിന്നും ഗോപാലനന്ദനായ കൃഷ്ണൻ കറന്നെടുത്ത് വെച്ചിരിക്കുക. നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? പശുവിനെ പോയി പാല് കറന്നെടുക്കും. ശരിക്കും പശുവിൻ്റെ പാൽ ആർക്കുള്ളതാ? പശുക്കുട്ടിക്ക് ഉള്ളതല്ലേ. അപ്പം നമ്മുടെ അമ്മയുടെ പാല് മുഴുവൻ ആരാ? നമ്മുടെ കുട്ടിയാ കുടിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഭഗവാൻ ആ ഉപനിഷത്തുക്കളിൽ നിന്നും പാലാകുന്ന ഈ ഗീത കറന്നെടുത്ത് വെച്ചിരിക്കുക. ആർക്ക് വേണ്ടി? അർജുനന് വേണ്ടി. അർജുനനാണോ ഒപ്പം കുടിക്കുന്നത്? ആരാ കുടിക്കുന്നത്? നമ്മളായ സജ്ജനങ്ങൾ ഗീതയാകുന്ന ആ അമൃത്, ആ പാലങ്ങനെ നുകർന്നുകൊണ്ടിരിക്കുക. അതാണ് ഗീതയുടെ ഒരു സുഖം. അതായത് ഇനി മൂന്നാമതൊരു കാര്യം കൂടി ധ്യാനത്തിൽ പറയുന്നുണ്ട്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. മൂകം കരോതി വാചാലം. ഒരു 4 വർഷം മുമ്പ് ഈ ശബരിമല സീസണിൽ വന്നൊരു ന്യൂസാണ്. പമ്പയിൽ മുങ്ങി നിവർന്നപ്പോൾ മിണ്ടാൻ വയ്യാത്ത ഒരാൾ സംസാരിച്ചു. അപ്പൊ എന്തായി? എല്ലാവർക്കും അത് വളരെ വലിയ ന്യൂസായി. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിറഞ്ഞു നിന്നു. പമ്പ ഗംഗ തന്നെയെന്നാ പറയണത്. ഗംഗയിൽ കുളിക്കണം എന്ന് പറഞ്ഞവർ ഗംഗയിലേക്ക് പോകാൻ സാധിക്കാഞ്ഞ വിഷമിക്കേണ്ട. ദക്ഷിണ ഗംഗയായിട്ട് തന്നെയാണ് പമ്പാ നദി. ഇപ്പോൾ ഒരുപാട് പേര് ശബരിമലയിൽ പോയിട്ട് പമ്പയിൽ കുളിച്ചില്ലേ, പിതൃതർപ്പണമൊക്കെ അവിടെ ചെയ്യും പോലെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ സന്തോഷിക്കുക. നമുക്ക് കിട്ടിയതിൽ അങ്ങനെ ആനന്ദിക്കുക. ഇല്ലാത്തതിനെ കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ട. ഉള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചും ഗീത പറയുന്നുണ്ട്. ദുഃഖ സമയേ കൃത്വ ലാഭാലാഭോ ജയാജയോ. ലാഭമാണോ നഷ്ടമാണോ ചിന്തിക്കേണ്ട. എപ്പോഴും നിങ്ങൾ ഈക്വലായി, തുല്യമായി ചിന്തിക്കുക. അപ്പൊ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവില്ല. മനസ്സിനെ സന്തുലിതപ്പെടുത്തി നിർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സൈക്കോളജിയാണ് ഭഗവത്ഗീത. സൈക്കോളജിയുടെ ഒരു പേപ്പറാണ്. 186 യൂണിവേഴ്സിറ്റികളിൽ അമേരിക്കയിൽ ഒരു പേപ്പറാണ് നമ്മുടെ ഭഗവത്ഗീത. നമ്മുടെ ഇവിടെ എവിടെയാ അത് പഠിപ്പിക്കുന്നുള്ള? ഇവിടെ മുഖം കരോതി വാചാലം. സംസാരിക്കാത്തവനെ വാചാലമായി സംസാരിക്കാൻ. നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ശബ്ദം എവിടുന്നാ വരുന്നേ? നമ്മുടെ നാവ് ഇങ്ങനെ മേലേക്കും താഴേക്കും തട്ടുമ്പോൾ ശബ്ദം വരുന്നില്ല.
പക്ഷെ ഇതിനുള്ളിൽ നിന്ന് എവിടെ നിന്നോ ഒരു ശബ്ദം വരുന്നുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇല്ലേ, അതിനൊരു ബോക്സൊന്നും അവിടെ കാണുന്നില്ല. അത് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നും. ഇങ്ങനെ ഇരുന്ന് ശബ്ദമായി ഭഗവത് കഥകൾ പറയാൻ അത് വലിയ ഒരു അനുഗ്രഹം. അത് കേൾക്കുക എന്നുള്ളത് അതിലും വലിയ അനുഗ്രഹം. കാരണം അന്നദാനം ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു ചേച്ചിയുടെ സങ്കട, അവരൊരു അമ്പലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്പലത്തിലെ കൗണ്ടർ പൂട്ടുമ്പോഴേക്ക് 11:30 ആവും ടീച്ചറെ. പിന്നെ സപ്താഹത്തിൻ്റെ അങ്ങോട്ട് ഒരു ദിവസം ചെന്നപ്പോഴേ ആചാര്യൻ, ഞങ്ങൾ വേറെ 2 സ്ത്രീകളും ഉണ്ടായിരുന്നു, ഇത്ര കയറി ചെല്ലുമ്പോൾ പറഞ്ഞു അത്ര, ഭക്ഷണം കഴിക്കാറായി, സൊമാലിയെ പോലെ ആൾക്കാർ വന്നു തുടങ്ങിയെന്ന്. ശരിക്കും അങ്ങനെയല്ല. ഭാഗവത സപ്താഹം നടത്തുമ്പോൾ ശരിയാ, എല്ലായിടത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അന്നദാനം നടത്തുന്ന വ്യക്തിക്ക് കിട്ടുന്ന അതേ പുണ്യമാണത്രേ അത് കഴിക്കുന്ന വ്യക്തിക്കും കിട്ടുക. അപ്പൊ അത് ആ പുണ്യം നേടാനാണ് അവർ വരുന്നത്. അത് അറിവുള്ളതുകൊണ്ടാണ് അവർ ആ സമയത്ത് പോയെ. അവരുടെ പ്രാരാബ്ദം കാരണം അങ്ങോട്ട് എത്താത്തതാണ്. ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു ഭാഗവതം പറയുന്നതാ. പക്ഷെ ആചാര്യന്മാർ അങ്ങനെ കളിയാക്കിയ കാരണം ഇപ്പൊ ഞാൻ ഭാഗവത സപ്താഹ വേദിയിലേക്ക് പോവാറില്ല. കാരണം രാവിലെ പോകാൻ പറ്റില്ല, ഉച്ചയ്ക്ക് അവിടെ ഇരിക്കാന്ന് വിചാരിച്ചാലും സാധിക്കില്ല, വീട്ടിൽ വയസ്സായ ഒരാളുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അന്നദാനത്തിനെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അന്നത്തിനെ കുറിച്ച് വിശദമായിട്ട് തൈത്തിരീയം എടുത്തു വെച്ചുണ്ട് വായിക്കണം. അന്നെന്ന നിന്ദ്യാത്, മുത്തശ്ശിയെ പഠിച്ചിട്ടൊന്നുമല്ല, അന്നെന്ന നിന്ദ്യ എന്നുള്ള ശ്ലോകം തൈത്തിരീയത്തിലാണ് വരുന്നത്. അന്നത്തെ നിന്ദിക്കരുത്, ഗൃഹസ്ഥാശ്രമി എപ്പോഴും കൂടുതൽ ഭക്ഷണം കരുതണം. അതിഥി ദേവോ ഭവ, അതിഥിയെ സംതൃപ്തനാക്കി ഊട്ടി പറഞ്ഞയക്കണം എന്നാ. കാരണം നമ്മൾ പിശുക്കി അയ്യോ ഇനിയിപ്പോൾ ഗ്ലാസ് ചായ വെക്കണ്ടേ വിചാരിച്ചാൽ ആ കുറവ് അവിടെ കാണൂത്രേ. ലക്ഷ്മി നിശങ്കലീല, ലക്ഷ്മി ദേവി മനസ്സിലാക്കൂത്രേ ഇവർ പിശുക്കന്മാരാ, ഇനി ഇവിടെ നിൽക്കണ്ടാന്ന്. ഇഷ്ടംപോലെ കൊടുക്കാനല്ലേ ലക്ഷ്മി വന്നിരിക്കുന്നത്. അല്ല, നന്നായി ഊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അന്നപൂർണ്ണ അങ്ങോട്ട് അനുഗ്രഹിക്കും, നമുക്ക് ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാകുന്ന. അതുകൊണ്ടാ അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത്. ഇനി ഇവിടെ മൂകം കരോതി വാചാലം പങ്കും ലങ്കയതേഗിരിൻ, മുടന്തനെ ശബരിമല കയറ്റി കൊണ്ടുപോകുന്നത് ആരാ? ഇപ്പൊ വയസ്സായവരൊക്കെ പോയി വന്നാ പറയും സുഖമായി പോയി, ദർശനവും കിട്ടിയില്ലേ. എങ്ങനെയാ ഭഗവാൻ അങ്ങോട്ട് വന്ന് നമ്മളെ അതെ എന്ത് വിടയ്യ അങ്ങോട്ട് കൊണ്ടുപോകുക തന്നെയാണ്. നമുക്ക് തോന്നും നമ്മൾ തന്നെയാണോ അപ്പൊ അതൊക്കെ ചെയ്തത് എന്ന്. അവിടെ നമ്മൾ അറിയാതെ ഭഗവാൻ ദ്രൗപദിയെ സ്പർശിച്ചതുപോലെ ഭഗവാൻ നമ്മളെ വന്ന് തള്ളി കയറ്റി കൊണ്ടുപോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ചിലപ്പെങ്കിൽ അതൊരു ട്രോളിക്കാരൻ്റെ രൂപത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതാണ് ഭക്തി. അറിവാണ് ഭക്തി, അറിവാണ് ഈശ്വരൻ. ഇങ്ങനെ ഗീതാധ്യാനത്തിലെ 3 ശ്ലോകങ്ങളെങ്കിലും വിശകലനം ചെയ്തതിന് ശേഷം ആ 1-ാമത്തെ ശ്ലോകം, ധൃത രാഷ്ട്രർ, അതായത് ഒരു രാജ്യത്തെ അവനവൻ്റെ രാഷ്ട്രത്തെ ഇത്രത്തോളം സ്നേഹിച്ച മുറുക്കി പിടിച്ച ഒരു രാജാവില്ല. അതാണ് ധൃതരാഷ്ട്രർ. ഒരു ഹോളി ബുക്കായ ഗീത തുടക്കം തന്നെ ഇയാളിൽ തുടങ്ങാൻ ഇതാണ് കാരണം. ഒരു രാജാവ്, അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മകനെ, പ്രത്യേകിച്ച് ദുര്യോധനെ, മക്കളെ സ്നേഹിച്ചു. അന്ധനായ രാജാവ് അന്ധമായ സ്നേഹത്താൽ തകർന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കാണാം. ഇവിടെ സ്വന്തം മകന് വേണ്ടി മറ്റുള്ള മക്കളുമായി യുദ്ധം ചെയ്യേണ്ട അവസ്ഥ, അല്ലെ, സഹോദരങ്ങൾ തമ്മിലടിക്കേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. മുഴുവൻ ചൊല്ലുമ്പോ നിങ്ങൾക്ക് സമയം വൈകുണ്ടാവൂലേ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, തുടങ്ങുന്നത് തന്നെ ധർമ്മത്തിലാണ്. ധർമ്മം ഉണ്ടെങ്കിലേ ജയം ഉണ്ടാവൂ. അമ്മ എന്താ അനുഗ്രഹിച്ചത്? ഗാന്ധാരിയോട് പറഞ്ഞു മക്കൾ ചെന്നിട്ട് അമ്മയെ അനുഗ്രഹിക്കൂ. യഥോ ധർമ്മ സ്തതോ ജയ എന്നാ പറഞ്ഞത്. ധർമ്മം എവിടെയാണോ ഉണ്ണി അവിടെ വിജയം ഉണ്ടാകും. ധർമ്മത്തിൽ അധിഷ്ഠാനമായ ജീവിതമായിരുന്നു അവരുടേത്. ഇങ്ങനെ ധർമ്മക്ഷേത്രമായ ഹരിയാനയിലെ കുരുക്ഷേത്ര ഭൂമിയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യുദ്ധത്തിന് വേണ്ടി റെഡിയായി നിൽക്കുക. കണ്ണ് കാണാത്ത രാജാവിന് വേണ്ടി സഞ്ജയന് ജ്ഞാനദൃഷ്ടി നൽകി ദൂരെ നടക്കുന്ന ഈ യുദ്ധം വിവരിച്ചു കൊടുക്കാൻ, അവിടെ വിവരിക്കാൻ വേണ്ടിയിട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയെ കുറിച്ച് ചോദിക്കാം. ആ ചോദ്യത്തിലൊരു പ്രശ്നമുണ്ട്. മാമക പാണ്ഡവാശ്ചൈവ എന്നാ ചോദിച്ചത്. മാമക എൻ്റെ കുട്ടികളായ കൗരവന്മാരും പാണ്ഡവരും, ശരിക്കും പാണ്ഡവരും അദ്ദേഹത്തിൻ്റെ കുട്ടികളല്ലേ, സഹോദരൻ മരിച്ചതല്ലേ, അദ്ദേഹം കെയർ ചെയ്യേണ്ടതല്ലേ, അത് എൻ്റെ എന്നുള്ള ഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് കാണിക്കാം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ആ സമയത്ത് സഞ്ജയൻ ഒരു 20 ശ്ലോകങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് 20 ശ്ലോകം കഴിഞ്ഞതിന് ശേഷമാണ് അർജുനൻ സംസാരിക്കുക.
ആ ആദ്യത്തെ അധ്യായത്തില് 47 ശ്ലോകമാണ് തോന്നുന്നു. എല്ലാ ശ്ലോകങ്ങളും പിന്നെ അർജുനൻ ഭഗവാനോട് പറഞ്ഞു, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കണ്ടു. ആ ദ്രോണാചാര്യരുണ്ട്, സ്വന്തം ആചാര്യനാണ്, ഗുരുനാഥനുമായി യുദ്ധം ചെയ്യാ പഠിപ്പിച്ചു തന്ന ശസ്ത്രങ്ങൾ എതിരിട്ട് പ്രയോഗിക്കാൻ വയ്യ. അതേസമയം എന്താണ്, ഭീഷ്മ പിതാമഹൻ എന്നാ വിളിച്ച് അദ്ദേഹന്റെ മടിയിലിരുത്തി വളർത്തിയതാണ്, വയ്യ എന്ന് തോന്നുക. കാരണം എന്താണോ, അവരെ കണ്ടതുകൊണ്ടൊന്നല്ല, അവരൊക്കെ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ തലേ ദിവസം ധൃതരാഷ്ട്രർ ഒരു പണിയൊപ്പിച്ചു. കുരുടനല്ലേ, കുരുട്ട് ബുദ്ധി തന്നെ ആയിരുന്നു. ഒരു ലേഖനം അങ്ങോട്ട് ഉണ്ടാക്കി. എന്നിട്ട് സഞ്ജയന്റെ കയ്യിൽ കൊടുത്തു. സഞ്ജയനോട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് രഹസ്യമായിട്ട് അർജുനനെ വായിച്ച് കേൾപ്പിക്കണം. ഈ ഒരു ദൂതുമായിട്ട് സഞ്ജയൻ വന്നിട്ട് ഇതിങ്ങോട്ട് വായിക്കുക. അതായത് എങ്ങനെ ഒരു വ്യക്തിയെ മാനസികമായി തളർത്താം എന്നതായിരുന്നു ആ കത്ത് എന്നാ പറയുന്നത്. കാരണം നമ്മളെ യുദ്ധം കൊണ്ട് ജയിക്കാൻ കഴിയില്ലെങ്കിൽ മാനസികമായിട്ട് തളർത്തിയാൽ മതി. നമ്മളതിനെ സൈക്കോളജിക്കലി തളർത്തിക്കഴിഞ്ഞാൽ മാരകായുധങ്ങളെക്കാൾ വലിയ വിഷാണത്രേ അത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വീക്ക് പോയിന്റുകളെല്ലാം നമ്മൾ എങ്ങനെയെല്ലാം കളിച്ചു വളർന്ന കുട്ടികളാ നിങ്ങൾ 5 പേരും വില്ലാളി വീരന്മാരാന്ന് എനിക്കറിയാം. ഞാനൊരു കുരുടനല്ലേ, ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ കുട്ടികളോട് യുദ്ധത്തിന് വരുന്നത് ശരിയല്ല, എത്ര പേർ മരിച്ചു വീഴും, അങ്ങനെ പറഞ്ഞ് സ്വന്തക്കാരെ ആരെയും മുറിവേൽപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രിൻസിപ്പിൾസ്. ഇതൊക്കെ ഇതുവല്ല റെക്കോർഡ് ചെയ്ത പോലെ തലേ ദിവസം സഞ്ജയൻ വായിച്ചത് ചെവിയിൽ ഇങ്ങനെ അലയ്ക്കുക. ആ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഈ ശബ്ദം മനസ്സിൽ വന്നു. തളർന്നു കഴിഞ്ഞിട്ട് എന്താണോ പറയുന്നത് കൃഷ്ണനോട്, ഹേ കൃഷ്ണ, എനിക്ക് നിമിത്തങ്ങളൊന്നും ശരിയല്ല തോന്നുന്നു. സ്വന്തക്കാരെ യുദ്ധം ചെയ്യാൻ വയ്യാന്നല്ലേ പറഞ്ഞ. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ഹേ കേശവ, ഈ നിമിത്തങ്ങളൊന്നും ശരിയല്ല, അതുകൊണ്ട് നമ്മൾ പറയാം ശകുനം ശരിയല്ല, നമുക്ക് തിരിച്ചു പോവാന്ന്. ഇത്രയൊക്കെ അണികളെ കൂട്ടി ഇത്രയും രാജാക്കന്മാരെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് ആ സമയത്ത് ഭഗവാൻ ഒന്നും മിണ്ടണില്ല. അതാണ് നമ്മളെ കുട്ടികൾ നമ്മളോട് പലതും പറയാൻ വരും. നമ്മൾ അപ്പോഴേക്കും ദേഷ്യപ്പെടൂലേ, ബാഗ് വലിച്ചെറിഞ്ഞിട്ട് അവൻ സ്കൂളിൽ നിന്ന് ഒരു ടോഫി കിട്ടിയ കാര്യം പറയാൻ എന്താവും. അമ്മ എന്താ ചെയ്യുന്നത്, ആ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുക, അത് കേൾക്കാനെന്നുള്ള സമയമില്ല, അപ്പോൾ അവിടുന്ന് എന്ന് പറയും. അതോടുകൂടി കുട്ടിയുടെ കാര്യം കഴിഞ്ഞു. കുട്ടി പറയുന്നത് മുഴുവനായും കേൾക്കാത്ത അമ്മമാരുടെ കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, വേറുള്ളവരെ തേടിപ്പോകുന്നത്. സ്കൂളിലെ ഒരു കുട്ടി +2 കേട്ടോ, ഒരു പെൺകുട്ടി വാതിലിന് പറകില്ല, ആൺകുട്ടിയെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ചെന്നപ്പോൾ ഇവളും ഉണ്ട് അവിടെ തലോടി കൊണ്ടിരിക്കുക. ഞാൻ അവളെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. കരഞ്ഞു, കണ്ണിന്നൊക്കെ വെള്ളം പൊട്ടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പറയുന്നത്, ടീച്ചർക്കറിയോ എത്ര ദിവസമായി എൻ്റെ അമ്മനെ ഒന്ന് തൊട്ടിട്ട് എന്ന്. നമ്മൾ വിചാരം എന്താ, കുട്ടികൾ മുതിർന്നാൽ പിന്നെ കുട്ടികളെ സ്പർശ ചികിത്സയിലൂടെ തൊട്ട് തലോടി തന്നെ നമ്മൾ വളർത്തണം. അതിന് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഇല്ല. അപ്പോൾ അച്ഛനും അമ്മയും ജോലിക്കാരെ, അവർക്കും സമയമില്ല. ഇവിടെ കൃഷ്ണൻ നമ്മളോട് പറയാണ്, അർജുനനെ പോലെയുള്ള നമ്മുടെ കുട്ടികളുടെ പരാതികൾ മുഴുവൻ കേൾക്കണം. അത് പറയാൻ നിമിത്തം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നറിയോ, ന കാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ഹരേ കൃഷ്ണ, എനിക്ക് ഒന്നും വേണ്ട. എന്തിനാണ് ഇത്രയും വലിയ രാജ്യം? ഈ കണ്ട സ്വന്തക്കാരെയൊക്കെ കൊന്നിട്ട് പ്രജകളില്ലാതെ എന്തിനാ രാജ്യം ഭരിക്കണേ, നമുക്ക് പോവാന്ന്. ഇത്രയും കേട്ടു. അപ്പോഴും കൃഷ്ണൻ മിണ്ടണില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം പറയാണ്, സർവാൻ ബന്ധൂനവസ്ഥിതാൻ, എല്ലാവരും ബന്ധുക്കളാണല്ലേ. ഗാണ്ഡീവം ശ്രംസദേ ഹസ്താൽ, ദേ കയ്യിൽ നിന്ന് ഗാണ്ഡീവം, അത്രയും വലിയ ആയുധ ഒക്കെ താഴെ പോണൂട്ടോ, എനിക്ക് വെയ്യാ പറഞ്ഞ് തളർന്ന് തേർത്തട്ടിൽ കുഴഞ്ഞിരിക്കുന്ന ആ അർജുനൻ. ഇതാരാ ശരിക്ക്? രാവിലെ എഴുന്നേറ്റ് വന്ന കുട്ടി നോക്കൂ, ബ്രഷ് ചെയ്യടാ, എനിക്ക് വയ്യെന്ന്, ഞാൻ പോണില്ല. ജോലിക്ക് പോവാൻ മൂത്ത മകനെ വിളിച്ചു, എനിക്ക് വയ്യ അമ്മ, തണുപ്പാണ്. ആ മടി, നമുക്കൊരു മടി തോന്നും. മടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവാണ്. ഉത്സാഹം എന്നും നമ്മുടെ മിത്ര. ഇവിടെ ഉത്സാഹത്തിന് വേണ്ടി കൃഷ്ണൻ ഉപദേശിക്കുന്നതാണ് ഗീത, ഭഗവത്ഗീത, ഭഗവാനാൽ ഗാനം ചെയ്ത ഗീത. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. ഇങ്ങനെ 2ാമത്തെ അധ്യായം എത്തുമ്പോൾ വീണ്ടും സഞ്ജയൻ പറയാണ്, സഞ്ജയനോട് ചോദിക്കാം, എന്നിട്ട് അവിടെ എന്താ ഉണ്ടായേ? അർജുനൻ തളർന്നു വീണു, അപ്പൊ യുദ്ധം നടക്കില്ല അല്ലേ എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ് ഇവിടെ അന്തപുരത്തിനുള്ളില് ധൃതരാഷ്ട്രരുടെ ചിന്ത. ആ സമയത്ത് സഞ്ജയൻ വീണ്ടും പറയാ, തം തഥാ കൃപയാവിഷ്ടം, ഇങ്ങനെയാണ് ശ്ലോകം വരുന്നത്. അതായത് കണ്ണിലൊക്കെ വെള്ളം നിറച്ച് അങ്ങനെ ഇരിക്കുകയാണ് തേർത്തട്ടില് തളർന്ന്
അർജുനൻ യുദ്ധം നടക്കുന്നൊന്നും തോന്നുന്നില്ല, പക്ഷേ കൃഷ്ണൻ അവരെ ഭാഗത്തല്ലേ, യുദ്ധം നടന്ന അവര് തന്നെ ജയിക്കും. അങ്ങനെ ഒരു ഡോസ് സഞ്ജയൻ ആർക്ക് കൊടുത്തു? ധൃതരാഷ്ട്രർക്ക്. ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഭഗവാൻ ഈ തളർന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന അർജുനനോട് പറയാണ്, ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട. അത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം എന്താ വിളിക്കുന്നതെന്നറിയോ? കശ്മലാന്ന വിളിക്കുന്നത്. കാരണം ഈ ഒരു ഗ്രന്ഥത്തിൽ മാത്രമാണ് ഭഗവാൻ എടാ വെഡ്ഡി അല്ലെങ്കിൽ കശ്മല എന്ന് വിളിക്കുന്നുള്ളൂ. അവർ തമ്മിലുള്ള ആ സഖ്യം കുചേലനും കൃഷ്ണനും പോലെ അത്രയും വലിയ കൂട്ടുകാരായിരുന്നു അവർ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വിളിക്കുന്നത്. ഇങ്ങനെ പറയാണ്, ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. ഹേ പരന്തപ, ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ അർജുന, നീ ക്ലൈബ്യം ഇങ്ങനെ ക്ലൈബ്യം എന്ന് പറഞ്ഞാൽ മൂഢത, ഇങ്ങനെ ഇരിക്കാതെ നീ എന്താ വിചാരിച്ച്, എടാ കശ്മല എഴുന്നേൽക്ക്, യുദ്ധം ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലൈബ്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് അകീർത്തികരം അർജുന. കാരണം യുദ്ധം ചെയ്ത് മരിച്ചാൽ അവർക്ക് സ്വർഗാണ്. ഒരു ക്ഷത്രിയന് അവരുടെ ഡ്യൂട്ടിയാണ് യുദ്ധം ചെയ്യൽ. ഇപ്പോൾ മിലിറ്ററിയിൽ പോയി മരിച്ചാൽ നമ്മൾ പറയുന്നില്ലേ അവർക്ക് വീരസ്വർഗം പ്രാപിച്ചു, അത് തന്നെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത. നേരെ മറിച്ച് തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ എല്ലാവരെയും വിറപ്പിക്കുന്ന പരന്തപനായ അർജുന, ജനങ്ങൾ നിന്നെ പരിഹസിക്കും, നിന്റെ കീർത്തിക്ക് ഇത് നന്നല്ല എന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ 2 ശ്ലോകം കൊടുക്കുന്നുള്ളൂ. വീണ്ടും അർജുനൻ പരാതി പറയാൻ തുടങ്ങി. നമ്മുടെ കുട്ടികളോട് ഗ്രന്ഥം എടുക്കാൻ പറഞ്ഞാൽ എന്തെല്ലാം പരാതികളാ. ഇതേ പരാതി നമ്മളെ പോലെയുള്ള അർജുനൻ, നമ്മളെ പോലെയെന്നല്ല, നമുക്ക് വേണ്ടി, നമ്മളാണ് അർജുനൻ എന്ന് ഇവിടെ പറയുന്നത്. അർജുനൻ വീണ്ടും പറയാണ്, കൃഷ്ണ സ്വന്തക്കാരെ കൊന്നു കഴിഞ്ഞാൽ എങ്ങനെയാ പറയുന്നതെന്നറിയോ? ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. എന്ത് സുന്ദരമായിട്ടാ ചോദിക്കുന്നത്. ഹേ കൃഷ്ണ, സ്വന്തക്കാരെ ഗുരുക്കന്മാരെ കൊന്ന് രക്തം പുരണ്ട കൈകൊണ്ട് രാജ്യം ഭരിക്കുന്ന ും നല്ലത് ഭിക്ഷയെടുത്ത് ഭിക്ഷാന്നം കൊണ്ട് ജീവിച്ചാൽ പോരെ, നമുക്ക് പോവാം. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരവസ്ഥ നമുക്കുണ്ട്. കുട്ടികൾ പറയും എനിക്ക് അതിന് ചേരണം ഇതിന് ചേരണം എന്നൊക്കെ പറയും. കൊണ്ട് ചേർത്താൽ 4 ദിവസം കഴിഞ്ഞാൽ വിളി വരും, അയ്യോ എനിക്ക് പറ്റണില്ല കേട്ടോ, ഞാൻ പോരുകയാണ്. അങ്ങനെ ഒരുപാട് പരാതികൾ പാരൻസ് പറയാറുണ്ട്. ഇവിടെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ ആത്മോപദേശം കൊടുക്കുകയാണ്. പലരും ചോദിക്കും, എന്താണ് ആത്മാവ്, എന്താണ് ജീവൻ? ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഉള്ളിലുള്ള, നമുക്ക് എല്ലാ വിചാരം എന്താണെന്നറിയോ? നമ്മളെ ഏറ്റവും വലുത് നമ്മുടെ ജീവനാണ്. ജീവൻ പോയാലും വേണ്ടില്ല എന്നൊക്കെ അല്ലേ നമ്മൾ പറയുക. പക്ഷെ ഈ ജീവനും നമ്മളോട് ഇഷ്ടമില്ല അത്രേ. കാരണം ഈ ജീവന് ഈ ശരീരത്തിലിരുന്ന് കർമ്മം ചെയ്യാൻ വയ്യാന്ന് തോന്നിക്കഴിയുമ്പോൾ ജീവൻ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് അടുത്ത ശരീരം തേടിപ്പോവും. അതാണ് മരണം. അതാണ് ഈ 2ാമത്തെ അധ്യായത്തിലെ മരണം എന്താണെന്ന് പറയുന്ന ഒരു ശ്ലോകം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ഉണ്ട്. അതായത് ജീർണിച്ചു കഴിഞ്ഞ ആ ശരീരം ഉപേക്ഷിച്ച് ജീവൻ എന്ത് ചെയ്യുന്നു? ആത്മാവ് എന്ത് ചെയ്യുന്നു? വേറൊരു സ്ഥലത്തേക്ക് പോകും. അർജുന, നീ എന്താ പറഞ്ഞത്? ആത്മാവിനെ ഇവരെ നിനക്ക് കൊല്ലാൻ വയ്യ, ആത്മാവിന് മരണം ഇല്ല, ആത്മാവിനെ കൊല്ലാൻ നിനക്കാവില്ല, നീ ആരെയും കൊല്ലുന്നും ഇല്ല, ആരും മരിക്കുന്നും ഇല്ല, നീ യുദ്ധം ചെയ്തോളൂ. എന്താ പറയുന്നറിയോ? എല്ലാ സമയത്തും നീ എന്നെ ഓർത്തുകൊണ്ട് യുദ്ധം ചെയ്യണം. തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച്ച, എന്നെ ഓർത്തുകൊണ്ട് നീ യുദ്ധം ചെയ്തോളൂ. കർമ്മം കർമ്മയോഗമായി ചെയ്യണം. ഗീത മൊത്തത്തിൽ പറയുന്നതാണ് കർമ്മം കർമ്മയോഗമായി ചെയ്യണം. അതായത് നമ്മൾ എന്താ പറയാ? കർമ്മം കർമ്മയോഗം, അതായത് കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന, കർമ്മം ചെയ്തോളൂ, ഫലം ഇച്ഛിക്കേണ്ടെന്നല്ലേ. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഇത്രയൊക്കെ മതിയില്ലേ, ഒന്നും കിട്ടില്ലല്ലോ. അങ്ങനെയല്ല, സത്വഗുണപ്രധാനിയായിട്ട് ഇരുന്ന് കർമ്മം ചെയ്യണം. ചില തിരുമേനിമാർ പറയും അത്ര കിട്ടാറൊന്നുമില്ല, എന്നാലും ഞാൻ എൻ്റെ കർമ്മങ്ങളൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ശരിക്കും സത്വഗുണപ്രധാനമായിട്ടുള്ള കർമ്മയോഗം. യോഗം എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുന്നത് എന്ന് അർത്ഥമുള്ളൂ. ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരിക്കലും ഒരു
ആത്മാവിനും മരണം ഇല്ല. എന്താണ് മരണം എന്ന് പറഞ്ഞു കൊടുത്തു. എന്താ? ശരീരം ജീർണിക്കുമ്പോൾ ആത്മാവ് ഈ ശരീരം വിട്ട് വേറൊരു ശരീരത്തേക്ക് പോകുന്നു. അതാണ് മരണം. ആത്മാവെന്ന് പറഞ്ഞാലും ജീവൻ എന്ന് പറഞ്ഞാലും എന്താ വ്യത്യാസം? ജീവൻ എന്ന് പറഞ്ഞാൽ ഈ മായയിൽ അങ്ങോട്ട് വന്ന് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മായാബന്ധം, ഈ ലോകത്തോടുള്ള ഭൗതികതയോടുള്ള ബന്ധം വരുമ്പോൾ ജീവനായി. ജനിച്ചു വരുമ്പോൾ നമ്മൾ പറയില്ലേ, കുട്ടിയുടെ ഉള്ളിൽ ഭഗവാനുണ്ട്, ചിരിക്കുന്നു കണ്ടു ഉറക്കത്തിൽ. ചോറൂണ് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു കരച്ചില്ല. അപ്പം എന്താ? അശുദ്ധമായി ഈശ്വരൻ പോയി എന്ന് പറയാ. ജനിച്ചു വീഴുന്ന കുട്ടി ഈശ്വരന് തുല്യാന്ന് പറയും. കാരണം അപ്പോൾ ആത്മാവാണത്. കുട്ടിക്ക് ഇത്തിരീശ മായകളെ കുറിച്ച്, ഇത്തിരീശ ഈ ഇതിനൊക്കെ കുറിച്ച് നമ്മൾ ഇത്തിരി കുറുക്കൊക്കെ കലക്കി കൊടുക്കില്ലേ, ഇത്തിരി മധുരവും കൽക്കണ്ടോ നെയ്യോ, അതിനതൊന്നും ആവശ്യമില്ല. അമ്മിഞ്ഞ പാലിൻ്റെ മധുരേ വേണ്ടൂ. പക്ഷെ നമ്മൾ അതിനെ എന്ത് സുഖങ്ങൾ പഠിപ്പിക്കും. ഈ സുഖലോലുപതകൾ പഠിക്കുമ്പോൾ ആത്മാവെന്തായി? ജീവനായി മാറുന്നു. അതായത് മായാധീനനാണ് ജീവൻ എങ്കിൽ മായാതീതനാണ് ആത്മാവ് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ആത്മാവിനെ കുറിച്ചും ജീവനെ കുറിച്ചും ജീവാത്മാവും പരമാത്മാവുമായ കൃഷ്ണനും അർജുനനും തമ്മിൽ ദീർഘമായ ഒരു സംസാരം നടക്കുകയാണ് രണ്ടാമത്തെ സാംഖ്യയോഗം എന്ന അധ്യായത്തിൽ. ഇവിടെയാണ് മരണത്തിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൃഷ്ണൻ ആരെ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവരികയാണ്? അർജുനനെ. കാരണം നമ്മളും എന്താ ചെയ്യേണ്ടത്? നമ്മൾ പല സമയത്തും തളർച്ചകൾ വരാം. പക്ഷേ നമുക്ക് കൃഷ്ണനെ പോലെ ഒരു ഗുരു ഉണ്ടെങ്കിൽ വിളികൾ വരുമ്പോൾ അവരേനെ ഒരു മണിക്കൂർ നിന്ന് സമാശ്വസിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് വൃത്തിയായി ആ ഫോൺ കട്ട് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സുഖം. ശരിക്കും അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. 4 ദിവസം ഒരു ആളിനോട് ചോദിച്ചു, മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാറുണ്ടല്ലേ? ഞാൻ പറഞ്ഞു, ബൈ ഫോൺ ആരെങ്കിലും വിളിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളല്ലാതെ ഇതൊരു പരിപാടിയായിട്ടൊന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞു. ഒരാൾ വിളിക്കുമ്പോൾ അദ്ദേഹത്തെ പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ ഒരു കഴിവ് അതാരെ തരുന്നത്? ഭഗവാൻ തന്നെ. എന്നാൽ അങ്ങനെയാണല്ലേ ടീച്ചറെ, ഞാൻ ഒന്നും ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. കാരണം അവരൊക്കെ എവിടെ എത്തിയാൽ നിൽക്കുന്നതെന്നറിയോ? മതി ജീവിച്ചത്, ഇനി അങ്ങോട്ട് നിർത്തിക്കളയാം, സ്റ്റോപ്പ് ചെയ്യാം. അതിനൊരു മാർഗമാണ് അവർ അന്വേഷിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഹൈന്ദവർ ഇന്ന് നടക്കുന്നുണ്ട്. ആത്മബലം ഇല്ല. ആത്മബലം ഉണ്ടാവാനുള്ള കർമ്മശാസ്ത്രമാണ് ഭഗവത്ഗീത. ഭാഗവതം പറയുന്നത് തപ തപ തപ, ഭക്തി ഭക്തി എന്നാ പറയുന്നത്. തപസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഗീത കർമ്മശാസ്ത്ര. ഇത് ജയ ജയ ജയ, നീ തളരരുത്, ജീവിതത്തിൽ നീ ജയിക്കണം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ആചാര്യന്മാർ ആദ്യം നമ്മൾ ഗീത പഠിക്കണം എന്ന് തന്നെയാ പറഞ്ഞത്. വിസ്തരിച്ച് പഠിക്കണം. അതുകൊണ്ട് തന്നെ ഗീത ഇത്തിരി വിഷയം അത്ര സുഖകരമല്ലെങ്കിലും അത് ജീവിതവുമായി ചേർത്ത് മനസ്സിലാക്കാൻ അത് വിശദമായിട്ട് ഇത്തിരി കൂടി പറയാമെന്ന് വിചാരിച്ചത്. ഇനി ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങൾ അർജുനൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇപ്പോൾ എല്ലാം ബ്രഹ്മമാകുന്നു എന്നുള്ള ഒരു വാക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ അന്നദാനം നടത്തുമ്പോൾ അന്നദാന പന്തലിൽ മിക്ക ആൾക്കാരും ഗീതയിലെ ശ്ലോകമാണ് അന്നപൂർണ മന്ത്രമായിട്ട് ചെല്ലുക. എല്ലാവർക്കും അറിയാം അന്നപൂർണി സദാപൂർണി, അതാണ് ചൊല്ലേണ്ടത്. എങ്കിലും ആദ്യം നാവിൽ എന്താ വരിക എന്നറിയോ? ചില ആശ്രമങ്ങളിലൊക്കെ 15-ാം അധ്യായം പൂർണ്ണമായും അവിടെ ചൊല്ലി സമർപ്പിക്കും. പക്ഷേ ഇത് 4-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ തോന്നുന്നു ഈ അന്നപൂർണ മന്ത്രവും വരുന്നത്. അതായത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നവോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മം ഞാൻ പറഞ്ഞില്ലേ, അസാവാദിത്യോ ബ്രഹ്മ, ആദിത്യ ഭഗവാനെ അങ്ങ് ബ്രഹ്മമാകുന്നു എന്ന്. എല്ലാം ബ്രഹ്മമയം ആണ്. ഇവിടെ എന്താ പറയണത്? ബ്രഹ്മാർപ്പണം. ഈ ഹവിസ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോമകുണ്ഡമുണ്ടെങ്കിൽ അത് ബ്രഹ്മമാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ചോറ്, അന്നത്തിനെ ഒന്ന് ആരാധിക്കും. ഈ ബ്രഹ്മാർപ്പണം ചൊല്ലുമ്പോൾ ഈ അന്നം ഹവിസ്സാക്കി മാറ്റുക ചെയ്യുന്നത്. ആ അന്നം എന്താണ്? ബ്രഹ്മമാകുന്നു. ഇത് കഴിച്ച് അകത്ത് ചെന്നാലോ അതും ബ്രഹ്മമാകുന്നു. അതിനെക്കുറിച്ച് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. എല്ലാവരും ഗീതാധ്യാനം പഠിക്കുക. പിന്നെ 20 ശ്ലോകങ്ങളുള്ള ഈ 15-ാം അധ്യായം പുരുഷോത്തമ യോഗം നിർബന്ധമായിട്ടും പഠിക്കുക. എന്തെങ്കിലും ഒരു മാനസിക വിഷമം വന്നാൽ നിങ്ങൾ ഒരു 21 ദിവസം ഒരേ സമയത്ത് ഈ 15-ാമത്തെ അധ്യായം അങ്ങോട്ട് ചൊല്ലി സമർപ്പിച്ചോളൂ. പലർക്കും കൊടുക്കണ ഒരു മെഡിസിനാണ് ഇപ്പം അത്. അപ്പോൾ അതിന് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കിട്ടും.
മനസ്സിൽ പല പ്രശ്നങ്ങളായിട്ടാണ് പലരും വിളിക്കുക. അതിലെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് തുടങ്ങുന്നത് ഊർധ്വമൂലമതശാഖമശ്വത്ഥം പ്രാഹുരവ്യയം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഉപനിഷത്ത് മൊത്തം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഠോപനിഷത്തിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മളുടെ സംസാര വൃക്ഷം എന്നാ പറയാ. നമ്മുടെ ജീവിതത്തിനെ ഒരു വൃക്ഷം തല തിരിഞ്ഞു നിൽക്കുന്ന ഒരു അരയാൾ വൃക്ഷത്തോടാ ഉപമിക്കുന്നത്. അതിലെ ഓരോ ഇലകളും വേദങ്ങളാണെന്നാ പറയുന്നത്. അതൊക്കെ കുറച്ച് ഐ പൊസിഷനിൽ നിൽക്കുന്ന ഇവിടെ അഹം വൈശ്വാനരോ ഭൂത്വ, ഭഗവാൻ പറയാണ് ഞാൻ എന്താണ്, വൈശ്വാനരനാണ്. അതുകൊണ്ടാണ് അന്നം ചോദിച്ചു വന്നവനെ ഒരിക്കലും മടക്കി അയക്കരുത് എന്ന് പറയുന്നത്. കാരണം ആ വിശപ്പായി വന്ന് നിൽക്കുന്ന ഭിക്ഷക്കാരൻ, നായ, പൂച്ച എല്ലാം എന്താ, ഭഗവാൻ തന്നെയാ. ഞാൻ വിശപ്പാകുന്നു അർജുന, അഹം വൈശ്വാനരോ. ഇവിടെ വിശപ്പ് തോന്നുക, നമ്മൾ പറയില്ലേ വയറ് കത്തിയിട്ട് വയ്യാന്ന് പറയാ. നമ്മുടെ വയറിനുള്ളില് ജഠരാഗ്നിയായി ഭഗവാനുണ്ട്. ഈ ജഠരാഗ്നിയായി ഇരിക്കുന്ന ഞാൻ എന്താ ചെയ്യുന്നേന്നാ ഭഗവാൻ പറയുന്നേ. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത, പ്രാണികളിലെ ദേഹത്തിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു, ആവേശിച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ അവിടെ ചെയ്യുന്നേ? 4 തരത്തിലാ. നമ്മുടെ ശരീരത്തിൽ 5 വായുക്കളുണ്ട്. മരിക്കുമ്പോൾ 4 വായു പോത്രേ. ഒരു വായു ഇങ്ങനെ കാത്തു കിടക്കൂത്രേ, എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വന്നോന്ന് നോക്കാൻ. അവസാനം ആ ചിതയിൽ വെക്കും. വായുരനിലമൃതമതേദം ഭസ്മാന്തം ശരീരം കൃതോ സ്മര. ആ മന്ത്രം മാത്രമാണ് ശ്മശാനത്തിൽ ചൊല്ലുക. ആ ചിത കത്തുമ്പോഴാണ് അത്ര 5ാമത്തെ ആ വായു നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവുക. ഇവിടെ പ്രാണൻ, അപാനൻ, പ്രാണാപാനൻ എന്നാ പറയണത്. പ്രാണൻ, ഉദാനൻ, സമാനൻ എന്ന് പറഞ്ഞിട്ട് 5 വായുക്കളുണ്ട്. ഈ പ്രാണനും അപാനനും എന്ന വായുക്കളെ സംയോജിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തെ 4 തരത്തിലുള്ള ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നു. എന്താ 4 തരത്തിലുള്ള ഭക്ഷണം? അതേ നമ്മൾ കഴിക്കുന്നുള്ളൂ. അല്ലല്ല ടീച്ചറെ, ഞാൻ കഴിച്ച ഭക്ഷണത്തിന് കണക്കില്ല തോന്നുന്നുണ്ടാവും. അങ്ങനെയല്ല. കാരണം നമ്മൾ ചമച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ കടിച്ചു മുറിച്ച് തിന്നുന്നത്. ചമച്ചരച്ചതിന് ശേഷം ഈ കരിമ്പൊക്കെ കഴിക്കില്ലേ, നീരിറക്കിയിട്ട് തുപ്പിക്കളയുന്നത്. മറ്റ് നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ലേഹ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കഴിക്കുക? നക്കി തിന്നുന്നത് എന്നാണ് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതെ, ലേഹം അങ്ങോട്ട് വായക്കിടാൻ വയ്യല്ലോ, നക്കി എടുക്കണം സ്പൂണിൽ നിന്ന്. ഇങ്ങനെ 4 തരത്തിലുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ പചാമ്യന്നം ചതുർവിധം, നിങ്ങൾ കഴിക്കുന്ന ആ ഭക്ഷണത്തെ ഞാൻ എന്താക്കി മാറ്റുന്നു? ദഹിപ്പിക്കുന്നു. ചിലർ പറയില്ലേ ഒരു സ്വസ്ഥത ഇല്ല വയറിനേന്ന്. ആര് കരുതണം? അവിടുന്ന് തന്നെ കരുതണം ദഹിക്കാൻ. നമുക്ക് ദഹിക്കാത്തതിനെയൊക്കെ നമ്മൾ പിടിച്ചകത്താക്കോല്ലേ, അപ്പോഴാണ് വയറിന് സ്തംഭനം വരുന്നത്. ഇതൊക്കെ ഇത്ര വിശദമായി മനസ്സിലാക്കാൻ ഗീതയല്ലാതെ മറ്റൊരു ശാസ്ത്രം ഇല്ല എന്നുള്ളതാണ്. ഇനി ഇതേപോലെ പറയുമ്പോൾ 5ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമ്മളോട് എല്ലാവർക്കും പരാതിയാ, എത്ര ശത്രുക്കളാ ടീച്ചറെ, മാസം ശത്രുമുട്ട ഇറക്കാറുണ്ട് എന്ന് പറഞ്ഞു ഒരമ്മ. ഞാൻ ചോദിച്ചു, എന്ത് തരത്തിലാണ് അവർ നിങ്ങളോട് ശത്രുത കാണിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എൻ്റെ കുറ്റം പറയും. ഇതാണ് അവരുടെ പ്രശ്നം. ഇത്രയേ ഉള്ളൂ. അപ്പം എന്താ ചോദിച്ചപ്പോൾ അവരുടെ കയ്യിലിരിപ്പിൻ്റെ പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതാണ് അത്രയും നമുക്ക് തിരിച്ചു കിട്ടുക. നമ്മുടെ വിചാരം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരീരം നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ആരെ പ്രശ്നക്കാരൻ? മനസ്സാ. അപ്പം ഇന്നലെ തന്നെ സായി ഭഗവാന്റെ 100ാം ജന്മശതാബ്ദിയായിട്ട് അവിടെ പ്രഭാഷണം കുറച്ച് സമയം വൈകി, 1:30 മണിയായി. അവരങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അങ്ങനെ നീണ്ടു പോകാൻ പറ്റില്ല. അവിടെ അങ്ങനെ ഇരുന്ന് പറയുക ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം അപ്പുറത്തുണ്ട്, കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു 3 സ്ത്രീകൾ മുന്നിൽ ഓടിപ്പോയി അവിടെ നിന്നു. ഞങ്ങൾ അതിൻ്റെ പുറകെ പോയി. ഞങ്ങൾക്കും ഒരു കല്യാണം ഉണ്ട്, വേത്താണെങ്കിൽ പോകണമെന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ വിളിച്ച് അവർ വന്നിട്ട് പറഞ്ഞു, ടീച്ചർ മുന്നിൽ പോയി നിന്നോളൂ. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഊണൊക്കെ വാങ്ങി ആ സ്ത്രീ ഇരുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനും പോയിരുന്നതേ. അപ്പം എൻ്റെ അടുത്ത് പറയാം, എവിടുന്നാ വേദം പഠിച്ചേ? ഞാൻ പറഞ്ഞു, ഞാൻ സായി വേദ ജ്യോതിയിലാണ് പഠിച്ചേ. ഓൺലൈൻ ആയിരുന്നു അല്ലേ? അതെ, ഓൺലൈനാണ്. ഒരു തവണ ആചാര്യനെ കണ്ടു, ദക്ഷിണ വയ്ക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ നേരിട്ട് ഗുരുമുഖത്തുനിന്ന് പഠിച്ചു. വൈദ്യനാഥരെ അറിയാം, അദ്ദേഹമാണല്ലോ ഇത് പ്രചരിപ്പിച്ചേ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പ്രഭാഷണം അതൊന്നും ഞാൻ സ്ഥിരം കിട്ടണതല്ലേ, അതൊന്നും ഒരു വലിയ പറഞ്ഞു എന്നോട്. ശരി എന്ന് ഞാനും പറഞ്ഞു. അതിനു മുമ്പ് ശ്രേഷ്ഠമായ ഒരു 4-5 വ്യക്തികൾ, ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അവർ മൈക്കയിൽ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. വയസ്സായ ഒരാളുണ്ട്, ഞാൻ അയാളുടെ അടുത്താണ് വന്നിരിക്കുന്നത് കഴിഞ്ഞിട്ട് ഭജന ചൊല്ലുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹം പറയാണ്, നല്ല ശക്തമായ ഒരു പ്രഭാഷണമായിരുന്നു മോളെ, സന്തോഷം കൊണ്ട് ഇരിക്കണ്ടല്ലോ. ഞാൻ ആ കാലിൽ തുടങ്ങുമ്പോൾ സമ്മതിച്ചില്ല.
വേറെ 3-4 ആളും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്നത്. എന്നോട് പറഞ്ഞു, വിശന്നിട്ട് ഷുഗർ ഉണ്ട്, വറയ്ക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഒന്നിങ്ങനെ നോക്കി ആ പ്ലേറ്റിക്ക്. എൻ്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുന്നോളം ചോറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ പ്രതികരണം. അപ്പോൾ എനിക്ക് ആ സ്ത്രീയോട് തോന്നിയ ഒരു ആറ്റിറ്റ്യൂഡ്, കാരണം എപ്പോഴും പ്രഭാഷണം കിട്ടണോണ്ട് ഇതൊന്നും എനിക്കൊരു വിഷയമല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ആദ്യം പറഞ്ഞ ആ വ്യക്തികളോട് എനിക്ക് തോന്നിയ ഒരു മാനസികാവസ്ഥ, ഇത് രണ്ടും ഞാനൊന്നിങ്ങനെ വിശകലനം ചെയ്തു. ഞാനൊരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തും എല്ലാവരെ കുറിച്ചിട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, മനസ്സാണ് പ്രധാനം. കുറച്ച് നേരം വൈകിയതിൻ്റെ ഒരു അലോസര ഒക്കെ ഉണ്ടായിരുന്നു ആ വർത്തമാനത്തിൽ തോന്നി. എന്തായാലും നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. എന്തായാലും നമ്മൾ എന്ത് ചിന്തിക്കണം, ഞാൻ എന്താണോ ചെയ്യുന്നത്, ഞാൻ എന്താണോ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അത് ചിന്തിപ്പിക്കുന്നത് ഗീത. ഗീതയിൽ 6-ാമത്തെ അധ്യായത്തില് 5-ാമത്തെ ശ്ലോകം പറയാ, ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവാരിപുരാത്മനാ. ഇത്രയേ ഉള്ളൂ ബന്ധുവും ശത്രു. എന്താ ഭഗവാൻ പറയണേ? ഉദ്ധരേതാത്മനാത്മാനം. എന്തിനായി ജീവിതം കിട്ടിയേ? ചിലർ പറയും, എന്താ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കണം കുറച്ചു കാലം, പിന്നെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ, പ്രായിലെ പോലെ അങ്ങോട്ട് ചമ്മലായി പോകാനുള്ളതല്ലേ. അതല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധി അത്രയും ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. സമ്പന്നരല്ലേ നമ്മൾ. ഒന്ന് ടഫാന്ന് തോന്നിയ ലളിതമായി നമ്മുടെ പൂന്താനം തിരുമേനി ആ വേദ തത്വങ്ങൾ ജ്ഞാനപ്പാനിയിൽ എഴുതി വെച്ചിട്ടില്ലേ, അതെടുത്ത് വായിച്ചാൽ മതി. ഇവിടെ ഉദ്ധരേതാത്മനാത്മാനം, അതാണ് ജീവിത ലക്ഷ്യം. ആത്മാവിനെ ആത്മാവ് കൊണ്ടു തന്നെ ഉദ്ധരിക്കണം, ആത്മാവിനെ ഉയർത്തണം. എങ്ങനെ ഉയർത്തുക? കഴിഞ്ഞ വർഷം സപ്താഹം കേട്ടപ്പോഴത്തെ പോലെ ആവില്ല ഈ വർഷം കേൾക്കുമ്പോൾ. ഒന്നും കൂടി അതിൽ ആ വിവരം വെച്ചു. എന്നിട്ട് നിർത്താൻ തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ മനസ്സിനെ ദീപ്തമാക്കാൻ, ശക്തമാക്കാൻ ആവർത്തനങ്ങൾക്ക് കഴിയും. അതിനായി ചെയ്തത് തന്നെ ചെയ്യണേ. ഇപ്പോൾ മന്ത്രം ചൊല്ലുമ്പോൾ ആവർത്തിച്ച് ഗായത്രി ചൊല്ലുമ്പോൾ അതങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടേയിരിക്കും തിരുമേനിമാർ. എന്തിനാ? എത്രയോ ലക്ഷം ഗായത്രിയൊക്കെ ഉരുവിട്ടവരുണ്ട്. നമ്മൾ 21 ഗായത്രിയെങ്കിലും ജപിക്കണം ഒരു ദിവസം. ഒന്നെങ്കിലും ജപിക്കാൻ ഞാൻ സന്ധ്യാവന്ദനം ഇല്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയേത്, ആത്മാവിനെ താഴ്ത്തരുത്. എപ്പോഴാണ് നമ്മൾ താഴുന്നത്? കുറുക്കന്റെ പോലെ. എന്താ ആചാര്യസ്വാമി പറഞ്ഞ്, മനുഷ്യരൂപേണ മൃഗം ചരന്തി. കേരളത്തിൽ വന്നിട്ട് കണ്ടപ്പോൾ പറഞ്ഞതാ. അദ്ദേഹം മിക്കതും നോർത്തിലായിരുന്നു, അവിടെയാണല്ലോ ഭഗവാന്റെ സ്ഥലം. ഇങ്ങനെ കേരളീയര് തോന്നിയ പോലുള്ള ജീവിതം. മനുഷ്യരൂപേണ മൃഗം ചരന്തി, മനുഷ്യന്റെ രൂപേ കിട്ടിയിട്ടുള്ളൂ. മൃഗങ്ങളെ പോലെ ഉണ്ടുറങ്ങി ഓരിയിട്ട് ജീവിക്കുകയാണ് നമ്മൾ കേരളീയർ എന്ന് മനസ്സിലാക്കി. സ്വാമി വിവേകാനന്ദനും എന്താ പറഞ്ഞത്? കേരളത്തിന് എന്ന് വിളിച്ചു. എല്ലാവരും ലൗകികതയുടെ പിറകിലാണ്. പക്ഷേ നമുക്ക് ആത്മാവിനെ ഉയർത്താൻ, ഇപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ വരും, തൊഴും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു പെല വന്നാൽ 15 ദിവസം ഈ പടി ചവിട്ടാൻ പറ്റാതെ നമുക്ക് വേറെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും. ആ മാറ്റം ഇല്ലാതെക്കാനാണ് അവസാനം ആ ബലിതർപ്പണം കഴിഞ്ഞ് പുറകിലേക്ക് ഇടുമ്പോൾ നമ്മളോട് ഇളയത് പറയും, ഓം നമഃശിവായ എന്ന് ജപിക്കാൻ. ആദ്യം ഭസ്മം തൊടാനാ പറയുക. അത് ഭസ്മാന്തം ശരീരം എന്ന് കാണിച്ച് സമാധാനിച്ചോളൂ. അവസാനം നിങ്ങളും ഭസ്മമാവാനുള്ളതാണ്. അതാണ് വിഭൂതി ചാർത്തുന്ന വൈകുന്നേരത്തിൽ. ഇനി അങ്ങനെ ആത്മാവിനെ ഉദ്ധരിക്കുക, അധപ്പതിപ്പിക്കരുത്. ഇതിന് വേറെ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുരുനാഥന് ഉപദേശം തരാനേ കഴിയൂ. നിന്നെ ഉയർത്താൻ ആര് വേണം? നീ തന്നെ ശ്രമിക്കണം. ഇവിടെ ഉദ്ധവനോട് പറയും അവസാനം, ഉദ്ധവ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, ഞാൻ വിചാരിച്ചാൽ നിന്നെ ഉയർത്താൻ കഴിയില്ല, അതിന് നീ തന്നെ കരുതണം എന്ന്. അതുപോലെ ഇവിടെ പറയാണ്, ആരാണ് നിന്റെ ശത്രു? നീ ആത്മാവിനെ ഉദ്ധരിക്കാൻ ഒന്നും ചെയ്യുന്നില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ല. എന്താ സൽക്കർമ്മങ്ങൾ? ഇതൊരു സൽക്കർമ്മമാണ്. ജ്ഞാനയജ്ഞം, സത്സംഗം കേൾക്കല്, അമ്പലത്തിൽ പോകുന്നത്, തീർത്ഥാടനം നടത്തുന്നത്, ദാനധർമ്മം ചെയ്യുന്നത്, അന്നദാനം ചെയ്യുന്നത്, പലതരം സൽക്കർമ്മങ്ങളുണ്ട്. കാരണം ഹിന്ദു സമ്പന്നനാ, അവനൊന്നും പറ്റില്ല തോന്നിയാൽ അടുത്തത് നോക്കാം. എന്നെ കൊണ്ട് ഇപ്പം അത്ര സമയമൊന്നും ഇരുന്ന് വായിക്കാൻ വയ്യ. അപ്പം അപ്പുറത്ത് എന്താ? തീർത്ഥാടനം, ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളിലേ സ്ഥലങ്ങളിലേ, അതും പുണ്യം തന്നെ. ഈ സൽക്കർമ്മങ്ങളിലൂടെ പോകണം. പക്ഷെ ഇതെല്ലാം ചെയ്താലും സത്സംഗം ഇല്ല എങ്കിൽ നിനക്കെന്നെ കിട്ടില്ല കേട്ടോ ഉദ്ധവ എന്ന് ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ വൈകുന്നേരം വരെ സപ്താഹം പ്രഭാഷണവും കേട്ടിട്ട് വീണ്ടും ഒരു പ്രഭാഷണം കേൾക്കണം എന്ന് ആഗ്രഹിച്ച്. അത് ഇപ്പോൾ ഒരുപാട് സപ്താഹ വേദികളിൽ ചെയ്യുന്നുണ്ട്. ആചാര്യന്മാർ പ്രഭാഷണം എന്നാലും കാണാൻ വിളിക്കുന്നു, സന്ധ്യയ്ക്ക് ശേഷം ടീച്ചർ ഒന്ന് വരുമെന്ന്. മലപ്പുറത്ത് ഇപ്പോൾ 2 വിളിച്ചിട്ടുണ്ട്. അങ്ങനെ
എന്ത് ചെയ്യാ? നമ്മുടെ ശത്രു ആരാ? നമ്മൾ തന്നെയാ. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മളെ ഒരു ഗ്രന്ഥം തുറക്കുക, ഇത്തിരി സമയം 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങി, 8 മണിക്കൂർ ജോലി ചെയ്ത്, 8 മണിക്കൂറിൽ ഒരു അരമണിക്കൂറെങ്കിലും ഭഗവാന്റെ ഗ്രന്ഥങ്ങളിലൂടെ. കാരണം ഗ്രന്ഥം തന്നെ എന്താ? ഭഗവാനാ. ഭഗവാന്റെ നാമജപം മാത്രം മതി. കണ്ണു കാണാത്തവർ പറയും, ടീച്ചറെ ഗ്രന്ഥം പറയല്ലോ, എനിക്ക് പറ്റില്ല. വേണ്ട, നാമങ്ങൾ അങ്ങനെ ജപിക്കുക. നാമങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ദീപ്തമാക്കാൻ കഴിയും, ഉജ്ജ്വലമാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് അറിവ് വർദ്ധിച്ച് മോക്ഷം നേടാം എന്ന് ഗീത നമ്മളോട് പറയാണ്. ഇനി ഇങ്ങനെ പോകുമ്പോൾ 9ാമത്തെ അധ്യായം ഞാൻ പറഞ്ഞില്ലേ, 9ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ അവസാനത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ പറയുന്നത്, മന്മനാഭവമൽ ഭക്ത മധ്യാജീമാം നമസ്കുരു മാമേ വൈശ്വസി യുക്തൈവം ആത്മാനം മൽപരായണ. ഇത് ഭാഗവത ദർശന. അതിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതേ ശ്ലോകം 18ാം അധ്യായത്തിലെത്തുമ്പോൾ ഭഗവാൻ എങ്ങനെ പറയുന്നുണ്ടെന്നറിയോ? അവസാനം ഒരു വാക്ക് മാറ്റും. പ്രിയോസിമേ എന്നാ പറയുന്നത്. എന്താ ആദ്യം വേദം പറഞ്ഞത്? അമൃതസ്യ പുത്ര. ഇവിടെ സായി ഭഗവാൻ പ്രേമസ്വരൂപരെ എന്നാ വിളിക്കുക. ഇവിടെ എന്താ പറയുന്നത് എന്നോ? നിനക്ക് ഞാൻ മോക്ഷം തരും. മന്മനാഭവമൽ ഭക്ത, നീ മനസ്സിൽ എന്നെ തന്നെ ചിന്തിക്കുക. ഭവമൽ ഭക്ത, എൻ്റെ ഭക്തനായി മാറുക. മദ്യാജീമാം നമസ്കുരു, എനിക്ക് വേണ്ടി യജിക്കുക, അതായത് ത്യജിക്കുക, യാഗങ്ങൾ യജ്ഞങ്ങളെല്ലാം ചെയ്യുക. അതിനുശേഷം എന്നെ നമസ്കരിക്കുക. മാമേ വൈശ്വസി യുക്തൈവം, എന്നോട് തന്നെ യോജിച്ച് നിൽക്കുക. ആത്മാനം മൽപരായണ, ആത്മാവിനെ എന്നോട് ചേർത്ത് നിർത്തുക. നിനക്ക് ഞാൻ മോക്ഷം തരും. അവസാനം 18ാം അധ്യായത്തിലെ 66ാമത്തെ ഇത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകത്തിലാണ് നമ്മളോട് പറയുന്നത്, എല്ലാം നിങ്ങൾ അങ്ങോട്ട് ഉപേക്ഷിച്ചോളൂ. ഉദ്ധവനോട് എന്താ പറഞ്ഞ്? എല്ലാ ബന്ധുക്കളെ, സ്വജനങ്ങളെ, ബന്ധുക്കളെ എല്ലാവരും ഉപേക്ഷിച്ച് ബദ്രിയിലേക്ക് പോയിക്കോളൂ, അവിടെ തപസ് ചെയ്തോളൂ എന്ന് പറയാ. ഇവിടെ പറയാ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. സർവധർമാൻ പരിത്യജ്യ. കുറെ കാലം ഇങ്ങനെ ജീവിക്കുന്നു, ഇനി എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി പോണമെന്നല്ല കേട്ടോ, ആ 4 ആശ്രമങ്ങളാ ഉദ്ദേശിക്കുന്നത്. എന്നെ തന്നെ അങ്ങോട്ട് ആശ്രയിക്കുക. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട, എന്നെ തന്നെ അങ്ങോട്ട് ആശ്രയിച്ചോളൂ, എന്നിൽ ചേർന്നോളും എന്നാ പറയുന്നത്. അഹം ത്വാ സർവപാപേഭ്യോ. അപ്പൊ പറയും, ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, വെറുതെ ഇരുന്ന് നാമം ജപിച്ചിട്ട് കാര്യമുണ്ടോ? ഞാനുണ്ട് നിങ്ങളുടെ എല്ലാ പാപങ്ങളും സ്വീകരിക്കാൻ. അഹം ത്വാ സർവപാപേഭ്യോ. പിന്നെന്താ വേണ്ടേ? മോക്ഷല്ലേ? മോക്ഷയിഷ്യാമി മാ ശുച. നീ ദുഃഖിക്കണ്ട, മാ ശുച, നിനക്ക് മോക്ഷം തരാൻ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ പരിചയപ്പുള്ളിയില് വിഷ്ണു ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റേജിൽ വന്നിട്ട് ഇതാ ഇപ്പൊ ആനയിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ സർവവ്യാപിയായി നിൽക്കുന്ന ആ ഭഗവാനെ നമ്മൾ ഒന്നങ്ങോട്ട് ആശ്രയിക്കേ വേണ്ടൂ. സുധാമാവ് ഒരിക്കലെങ്കിലും പോയില്ല, കൃഷ്ണ ഒന്ന് സഹായിക്കണേ എന്ന് ചോദിച്ചില്ല. അപ്പൊ എന്താ ഭഗവാൻ കരുതുക? അവനത്രയൊക്കെ മതി, അതുകൊണ്ടല്ലേ ചോദിക്കാത്തത്. ഒരു തവണയെങ്കിലും എന്നെ കാണാനൊന്നും വന്നില്ലല്ലോ. അവസാനം എന്താ പറഞ്ഞേ? തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ. എത്ര ജന്മമെടുത്താലും കൃഷ്ണ മോക്ഷം പോലും ചോദിച്ചില്ല. അങ്ങയുടെ ആ സഖ്യം, സൗഹൃദം എനിക്ക് തരേണമേ. കാരണം പ്രശാന്താത്മാ ജിതേന്ദ്രിയ എന്നാണ് കുചേലനെ കുറിച്ച് ഭാഗവതം പറയുന്നത്. പ്രശാന്താത്മാവ, എന്തില്ലെങ്കിലും അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. ജിതേന്ദ്രിയ, എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ടാ ഒന്നും ചോദിക്കാഞ്ഞ്. പിന്നെയും ഭാര്യ നിർബന്ധിച്ചപ്പോൾ ചെന്നു. സർവ്വതും കൊടുത്തില്ലേ? ഇത്രേ വേണ്ടൂ, ഭഗവാനെ ഒന്ന് അങ്ങോട്ട് ആശ്രയിക്കുക, അതിനൊന്നങ്ങോട്ട് തയ്യാറാവുക. ഇവിടെ അതന്നെ പറഞ്ഞ്, ഇനി മതി, ഒക്കെ നിർത്തിക്കോളൂ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്തിരിയെങ്കിലും ഈശ്വര വിശ്വാസം നിങ്ങൾക്ക് തോന്നിയോ? ഈ കാണുന്നതൊന്നും സത്യമല്ല എന്ന് തോന്നിയോ? മുന്നിൽ മരണങ്ങൾ കണ്ട് നിമിഷനേരം കൊണ്ട് നിങ്ങൾ മറന്നുപോയോ? എന്നെ ആശ്രയിച്ചോളൂ, ഞാനുണ്ട് ഇവിടെ എന്ന് പറയാ. ഇനി അവസാനം ഭഗവാൻ പറയുന്നത് എന്താണെന്നറിയോ? ഗീത സമർപ്പിക്കുമ്പോൾ പറയാണ്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. ഇത്രേ വേണ്ടൂ. എവിടെയാണോ
യോഗേശ്വരനായ കൃഷ്ണനും വില്ലും അമ്പും അതായത് ഗാണ്ഡീവം ധരിച്ച ഒരു അർജുനനും ഉള്ളത്. അവിടെ ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, വിജ്ഞാനം, വൈരാഗ്യം എല്ലാ ഭഗങ്ങളും അതായത് ഭഗവാനും ഭഗവതി എന്ന് പറഞ്ഞാൽ 6 ഭഗങ്ങളും ഉള്ളവരാ. ഈ 6 ഭഗങ്ങളും ഉണ്ടായിരിക്കും. നമുക്ക് എന്താ വേണ്ടേ? ഐശ്വര്യം, വിജ്ഞാനം, ശ്രീ, യശസ് ഇതെല്ലാം നമുക്ക് വേണം. അവസാനം മോക്ഷവും വേണം. എവിടെയൊക്കെയാണോ കൃഷ്ണനും അർജുനനും, എന്താ അതിനർത്ഥം? കൃഷ്ണൻ എന്ന് പറഞ്ഞാല് യോഗത്തിനെ കുറിച്ച്, സത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അർജുനൻ എന്താ? ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച്, ജീവാത്മാവും പരമാത്മാവുമായ നരനാരായണന്മാരാണ് ആത്മാവിനോട് സംസാരിക്കുന്ന രൂപത്തിൽ ഗീത നമുക്ക് ഉപദേശിച്ചത്. 701 ശ്ലോകങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് ശ്ലോകങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഗീത നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ആത്മീയതയിലൂന്നിയ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുക. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ആശ്രയിക്കുക. ചിലരുണ്ട്, പണ്ടൊരാള് അകത്ത് പൂജ നടത്തുകയാണ്. എത്ര കഴിഞ്ഞിട്ടും പൂജ വരുന്നില്ല, പൂജ കഴിഞ്ഞ് വരുന്നില്ല. കാണാൻ വന്ന ആള് മുറ്റത്ത് കുഴി കുടിക്കാൻ തുടങ്ങി. അപ്പം അതറിയുന്നുണ്ടാവും. ഇയാൾ പൂജ കഴിഞ്ഞ് വാലോർന്ന് വന്നു നോക്കിയപ്പോൾ 8-10 കുഴി. ഇതെന്താ ചോദിച്ചു അത്രേ. നിങ്ങൾ എത്ര നേരമായി പൂജ തുടങ്ങിയിട്ട്? ഞാൻ ഓരോ ദേവതകൾക്കും പൂജകൾ നടത്തി. അതന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? എനിക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ, മോക്ഷം കിട്ടണം. ഇതാണ് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ദേവനെയാണോ നിങ്ങൾ ഇഷ്ടദേവനായി കാണുന്നത് ആ നാമം 108 തവണ അങ്ങോട്ട് ജപിക്കുക. മിനിമം സന്ധ്യാസമയം. ദിവസേന 108 ആവണ്ട. എണ്ണ എറിയിച്ച അപ്പം കേടുവരില്ലല്ലോ. കഴിയുന്നത്ര സമയം. എപ്പോഴാ? തസ്മാൽ സർവേഷു കാലേഷു. ഒരു കുട്ടിയോട് ചോദിച്ചു ഗീതാ ക്ലാസ്സിലാ, എന്താ അതിനർത്ഥം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുട്ടി സർവേഷു കാലേഷു, എല്ലാവരുടെ കാലിലും ഷൂ ഉണ്ട്. ഇതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് അവിടെ കിട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. തസ്മാൽ സർവേഷു കാലേഷു, എല്ലാ സമയത്തും എന്നെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കണം എന്നാ. അതാണ് സംസ്കൃതവും മലയാളവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ എപ്പോഴാണോ നമുക്ക് ഫ്രീ കിട്ടുന്നത്, ഊണ് കഴിഞ്ഞ് ഒത്തിരി നേരം ഇരിക്കുകയാണ്, അപ്പോഴും എന്ത് ചെയ്യുക? ധ്യാനത്തില് ഭഗവാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാ ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എല്ലാ സമയത്തും എന്നെ ഭജിച്ചോളൂ. അപ്പോഴും പറയും എന്താ, നമുക്ക് ഓരോ തട്ടിത്തടസ്സങ്ങളാ. അപ്പൊ പറയും പറ്റുന്നില്ല. പക്ഷെ അപ്പൊ ഭഗവാൻ പറയാ, അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അത് സുഖാന്ന് കരുതി എന്റെ പിന്നാലെ വല്ലാതെ പോവണ്ട. എന്താ? ലൗകികം ദുഃഖാണ് അവസാനം തരുന്നത്. അതുകൊണ്ട് ഈ ലോകം അനിത്യമാണ്, അസുഖകരമാണ് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി എന്നെ ഭജിച്ചോളൂ. ഇങ്ങനെ ഗീത ഈ പരിച്ചുപുള്ളി തേവരുടെ കാൽപാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അറിയുന്നത് എന്തൊക്കെയോ പറഞ്ഞു. ഇനി എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? കുറെ കാലമായി നേരിട്ട് കേൾക്കണം എന്ന് ആഗ്രഹിച്ച വയസ്സായ അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ടീച്ചറെ യൂട്യൂബിൽ കേൾക്കുമ്പോഴല്ല ടീച്ചറെ എത്തുന്നു ഒന്ന് കേൾക്കണം എന്ന്. പക്ഷെ നിങ്ങൾ ഈ സപ്താഹമൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ രാവിലെ നേരത്തെ ഇനി എത്തണ്ടേ, നീട്ടി കൊണ്ടുപോകണില്ല. ഒരു കണ്ണൻ്റെ കഥ കൂടി 2 വരി പറയാം. അതല്ലേ, കഥയാണല്ലോ വേണ്ടത്. തത്വം പറയുമ്പോഴും കഥയിലേക്കാണ് നമ്മൾ വരിക. അതുകൊണ്ടാണ് പുരാണങ്ങൾ വേദസാരെടുത്ത് കഥകളിലൂടെ ഉണ്ടാക്കിയത്. കൃഷ്ണനെ, വികൃതി കുട്ടിയാണല്ലോ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ, കരയാത്ത ചിരിക്കാത്ത കൃഷ്ണൻ. പെറ്റമ്മ അവിടെ ഉണ്ടെങ്കിലും പോറ്റമ്മയുടെ കൂടെ ജീവിക്കേണ്ടി വന്ന കൃഷ്ണൻ. അങ്ങനെ പെറ്റമ്മയെ പോലെ ആയത് ആരാന്ന് ചോദിച്ചാൽ യശോദ മാത്രം. ഒരു ദിവസം എപ്പോഴും പരാതിയാ. ഈ പരാതികൾ കേട്ട് അങ്ങോട്ട് മടുത്തു അത്രേ യശോദാമ്മയ്ക്ക്. ഒരു ദിവസം ഗോപികമാര് വന്നു, പരാതിയോട് പരാതി. വെണ്ണയും തൈരും ഒക്കെ മോഷ്ടിക്കുക. ആരുടെയാ മോഷ്ടിക്കുന്നത്? ഉള്ളവൻ്റെയാ മോഷ്ടിക്കൂലേ. കള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളവരെ വീട്ടിലേക്ക് കള്ളം കയറും. വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു അത്രേ. ഉള്ളവരുടെയൊക്കെ പാലും വെണ്ണയും തൈരും ഒക്കെ എടുത്ത് ഇല്ലാത്തവർക്ക് കൊടുക്കും കണ്ണൻ. അതാ ചെയ്തിരുന്നത്. ഈ കുസൃതി. പക്ഷെ ഉള്ളവർക്ക് ഇഷ്ടമുണ്ടോ? ആർക്കെങ്കിലും കൊടുക്കാൻ ഒരു കൈ നീളില്ല. അപ്പൊ പിന്നെ കൃഷ്ണൻ കട്ടെടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ നികുതി കൊടുക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ ഒരു പ്രശ്നം കൂടി, കംസന്റെ പ്രശ്നമായിരുന്നു അത്. ഇങ്ങനെ ഇവിടെ വന്ന് പരാതി പറഞ്ഞ് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു മടുത്തു യശോദാമ്മയ്ക്ക്. ഒരു ദിവസം ഗോപികമാര് വന്നു. എന്നിട്ട് പറഞ്ഞു, യശോദേ, തൻ്റെ മോനെ കെട്ടിയിടണട്ടോ, കെട്ടിയിട്ടോട്ടെ എന്നായി. പിന്നെ കെട്ടിയിടണം എന്ന് മാത്രമല്ല, കെട്ടിയിട്ടോട്ടേന്നോ. എന്താ ചെയ്യുക? അപ്പൊ കണ്ണനെ നോക്കി. കണ്ണൻ ഇങ്ങനെ അയ്യോ അമ്മേ വേണ്ട എന്നുള്ള ഭാവത്തിൽ നിൽക്കുക. വീണ്ടും പറയാ, ഇവനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നു, കെട്ടിയിടാൻ വാ എന്ന് പറഞ്ഞ് ഗോപികമാരെല്ലാവരും കയറെടുത്തു. സമ്മതം കൊടുത്തു യശോദാമ്മ. കയറെടുത്ത് കണ്ണനെ കെട്ടാൻ തുടങ്ങിയപ്പോൾ വയറിന്റെ മുകളിലാ കെട്ടുന്ന ഒരൊരലും ഉണ്ട് അവിടെ.
കെട്ടാൻ തുടങ്ങിയപ്പോൾ ഈ കയർ അങ്ങോട്ട് തികയണില്ല. ഹനുമാന്റെ വാലിൽ ചുറ്റിയ മാതിരിയായി. അവസാനം പരാതിയായി, ഞങ്ങൾക്കൊന്നും നിന്റെ ഉണ്ണിയെ കെട്ടാൻ വയ്യ, വയറും വീർപ്പിച്ച് നിൽക്കുന്ന കണ്ടില്ലേ, യശോദനെ കെട്ടൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിർബന്ധപൂർവല്ലേ, കെട്ടാതിരിക്കാൻ തരയില്ല. യശോദാമ്മ വന്നു, ഒരു ചെറിയ കയറെടുത്തിട്ടാണ് വന്നത്. അപ്പോൾ കണ്ണൻ വയർ അങ്ങോട്ട് ചുരുക്കി കണ്ണനെ കെട്ടി. ദാമോദരൻ എന്ന പേര് വരുന്നത്, ദാമെന്ന് പറഞ്ഞാൽ കയറ്, ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഗോപികമാർക്ക് കെട്ടാൻ കഴിയാതിരുന്നത്? ഗോപികമാര് യഥാ വ്രജഗോപീനാം എന്നാ പറയുക. അത്രയും വ്രജപ്രിയകളാണ് ഗോപികൾ, എങ്കിലും അവർ അഹങ്കാരികളായിരുന്നു അത്രേ. ഈ ഗോപികമാരുടെ അഹങ്കാരത്തിന് മുന്നിൽ കണ്ണന് താഴ്ന്നു കൊടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ പോറ്റമ്മയായ യശോദാമ്മ തോൽക്കുന്നതും കാണാൻ കണ്ണന് ഇഷ്ടമില്ല. അതുകൊണ്ടാണത്രേ യശോദാമ്മ കെട്ടിയപ്പോൾ ആ കയറിന് മുന്നിൽ വയറ് ചുരുക്കി കൊടുത്തത്. വേറൊരു ദിവസം വന്നു പരാതി പറയാൻ, നിന്റെ കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് വാരി തിന്നുന്നുണ്ട് കേട്ടോ. ഏയ് മണ്ണൊന്നും അവൻ തിന്നില്ല പറഞ്ഞു. ഞാൻ കയ്യോടെ പിടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു അത്രേ ഒരു ഗോപിക. അങ്ങനെ കണ്ണനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരികയാണ്, കൈ കൊണ്ട് വലിച്ചു കൊണ്ടുവരിക. നോക്കൂ, വായ തുറക്കാൻ പറയൂ, കണ്ണൻ്റെ വായ തുറക്കാൻ പറയൂ. അപ്പോൾ കണ്ണൻ, യശോദാമ്മ വന്നു, കണ്ണാ വായ തുറക്കൂ പറഞ്ഞപ്പോ ഇങ്ങനെ ആക്കിയിത്ര തല കൊണ്ട്, വേണ്ട വായ തുറക്കാനാ പറഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ ആട്ടിയിത്രേ. അമ്മയാ പറയണേ വായ തുറക്കൂ പറഞ്ഞപ്പോൾ അമ്മയെ പറയണേ പറഞ്ഞാൽ അമ്മയിലും വലിയൊരു ദൈവമില്ലാലോ, അമ്മ അത് കാണണോ എന്നുള്ള ഭാവത്തിലാണത്രേ. ആ വായ തുറന്ന കഥ നിങ്ങൾക്കറിയാലോ. ലോകം പ്രപഞ്ചം മുഴുവൻ ആ വായ്ക്കുള്ളിൽ കണ്ട് യശോദാമ്മ പേടിച്ചു. അമ്മ പേടിക്കണ്ട വെച്ചിട്ടാ കണ്ണു വായ തുറക്കാതിരുന്ന് കണ്ണൻ. അങ്ങനെ മുഖം ഇങ്ങോട്ട് വെട്ടിത്തിരിക്കുകയാണത്രേ. ഇങ്ങനെ വീണ്ടും വീണ്ടും പരാതി വന്നപ്പോൾ ഒരു ദിവസം വികൃതി മേലാസകലം മണ്ണ് വാരി വികൃതി കാണിച്ചു വന്നിരിക്കുക. കോണകൊക്കെ ഊരിപ്പോയിരിക്കുന്നു. കണ്ണാ കോണക എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പരബ്രഹ്മത്തെ പോലെ നടക്കുകയാണ്. ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു. അപ്പോൾ ഉണ്ണി ഉള്ളിൽ പറഞ്ഞു അത്രേ, ഉണ്ണി പരബ്രഹ്മം തന്നെയാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വടി ഇങ്ങോട്ട് എടുത്തു. ഏതായാലും ഗോപികമാരൊക്കെ പരാതി ഇന്ന് ശരിയാക്കി തരാം, കുറെ ദിവസമായി അടിക്കാൻ പറയുന്നു പറഞ്ഞാൽ വടി ഇങ്ങോട്ട് എടുത്തതും ആ ചുണ്ട് ഇങ്ങോട്ട് പിളർത്തി ഒരു കരച്ചിലുണ്ട്. മുത്തശ്ശിമാരൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. കോമള ചുണ്ടു പീളുക്കി നിന്നിടുമ്പോൾ ഉമനിച്ചിടുവാൻ തോന്നുമത്രേ. ആ അമ്മേന്നും പറഞ്ഞങ്ങോട്ട് കരയാ. ചുണ്ട് പിളുത്തി കരയുമ്പോ വടിയൊക്കെ വലിച്ചെറിഞ്ഞു, വാരി ഇങ്ങോട്ട് എടുത്തു അത്രേ യശോദാമ്മ. ഇങ്ങനെ ആ അമ്മയ്ക്ക് പ്രസവിച്ചില്ലെങ്കിലും എന്തെല്ലാം ലീലകളാണ് കണ്ണനാടി തിമിർത്ത് കാണിച്ചു കൊടുത്ത്. ആ ദശമങ്ങട് തുറക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നിങ്ങളുടെ മുന്നിൽ അരങ്ങേറും. ആ ചെറിയ കുട്ടിയാകുമ്പോൾ കാണിക്കുന്ന ഓരോ കുസൃതികളും. നാരായണീയത്തിൽ ആ ശകടം തകർത്തിട്ട് യശോദാമ്മയുടെ ഒക്കത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. ശരിക്ക് എന്തെങ്കിലും ആപത്ത് ഉണ്ണിക്ക് വന്നു എന്ന് കണ്ട അമ്മമാര് കുട്ടി പിന്നെ ആർക്കും കൊടുക്കില്ല. ഇവിടെ നന്ദഗോപര് വന്ന് ഇങ്ങോട്ട് തരൂന്ന് പറഞ്ഞ് വാങ്ങിക്കുക. അങ്ങനെ ഒരു ഇത് നാരായണീയത്തിൽ കാണാം. കൃഷ്ണന്റെ ആ ലീലകൾ വർഷാവർഷം കേട്ടാലും ജന്മം മുഴുവൻ കേട്ടാലും നമുക്ക് മതിയാവില്ല. ഇങ്ങനെയാ ഭഗവാൻ നമ്മളുടെ മനസ്സിൽ, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ബാലവികാസ് നടത്തുന്ന കുറ്റിപ്പുറത്തെ അമ്മയും അച്ഛനും ആ ഒരു ഭാവത്തിലാണ്. അവർ സായിഭക്തരായിട്ട് വർഷങ്ങളായിട്ട് കുട്ടികളെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹൈന്ദവൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ പറഞ്ഞു കൊടുത്ത് എന്നോട് പറഞ്ഞു, ഇപ്പം എനിക്ക് ഒരുപാട് കുട്ടികളുണ്ട് ടീച്ചറെ, യാതൊരു വിഷമവും ഇല്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇവരോടപ്പോൾ, ഇതൊക്കെ പ്രാരാബ്ധ, അത് ഭഗവാൻ നിങ്ങളേനെ ഫുൾ ടൈം ഇതിലേക്ക് കൊണ്ടുവന്നില്ലേ, പൂന്താനത്തിനെ പോലെ സന്തോഷിച്ചോളൂ. അപ്പം വലിയ സന്തോഷമായി. ഇപ്പം അത്ര സങ്കടമൊന്നും തോന്നാറില്ല. കല്യാണം കഴിഞ്ഞ ഒരു 6 കൊല്ലത്തിനുള്ളിലും ചോദിച്ച ചോദ്യങ്ങളും അതിന് കൊടുത്ത ഉത്തരങ്ങൾക്കും കണക്കില്ല. നമ്മളെക്കാളും ബേജാറ് ആർക്കറിയോ? നമ്മുടെ 4 പുറള്ളൂർക്കാണ്. നമുക്ക് കുട്ടിയുണ്ടായില്ലേ ഇല്ലേ, മറ്റേ കുത്തുക എന്ന് പറയില്ലേ, ശവത്ത് കുത്തുക. കണ്ടറിഞ്ഞൂടെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന് 4 ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. അതന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ, നമ്മളിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലാത്തത് കൊടുക്കാൻ വയ്യല്ലോ. സൽചിന്ത, സൽപ്രവൃത്തി, അതാണ് മഹത്വത്തിന് അടിസ്ഥാനം. ഇത്തിരിയെങ്കിലും സൽചിന്ത തോന്നിയവരെ ഇവിടെ വന്നിരിക്കും. ഇങ്ങനെ ഒരു പ്രഭാഷണ വേദിയിൽ, പ്രത്യേകിച്ചും സപ്താഹം കഴിഞ്ഞിട്ടും ഇത്രയും പേരുന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് ഉണ്ടായില്ലോ, അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെ. ഏതായാലും കൃഷ്ണകഥകൾ ഒരുപാട് ഒരുപാട് നിങ്ങളിലേക്ക് വരട്ടെ. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ എല്ലാ വർഷവും നിങ്ങൾക്ക് തരട്ടെ.
ഭാഗവതം അങ്ങനെ തുടരട്ടെ. അവസാനം പരീക്ഷത്തിനെ പോലെ നിങ്ങൾക്കും എങ്ങനെ പറയാൻ കഴിയണം? കിം ശ്രോതമിച്ഛസി, ഇനി എന്തെങ്കിലും കേൾക്കണോ ചോദിക്കുമ്പോൾ മതി ടീച്ചറെ, ഇനിയൊന്നും വേണ്ട, ഞാൻ റെഡിയാണ്. എന്തിനാ? ഫോർ അക്സെപ്റ്റിംഗ് ദ ഡെത്ത്, മരണത്തിന് ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുക. ഒരു അസുഖം വരുമ്പോഴേക്കും നമുക്ക് യാതൊരു ടെൻഷനും തോന്നില്ല. എവിടെ കിടത്തരുത്? ആ ഗജേന്ദ്രനെ മുതല പിടിച്ചതുപോലെ ICUവിൽ കൊണ്ടുപോയി കുറെ കുത്തിക്കയറ്റി കിടത്താതെ ഇരിക്കണേ കൃഷ്ണ എന്നായിരിക്കണം. നാമജപമുള്ളവനെ അങ്ങനെ കടത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജീവിതത്തിൽ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കണേ. അല്ലാത്തവരൊക്കെ എത്രയോ ദിവസം വലിച്ചങ്ങനെ ആരും കാണിക്കില്ല. ICUയുടെ ഉള്ളിലല്ലേ ഒരു സമയത്ത് വെള്ളം പോലും കിട്ടാതെ. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഇത്തിരി പ്രശ്നമാണെന്ന് കണ്ടാൽ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ പറയത്രേ. തുളസി തീർത്ഥമൊക്കെ അങ്ങനെ കൊടുക്കും, ഗംഗാജലമൊക്കെ കൊടുക്കും. ഇപ്പം അതിനും പറ്റില്ല. അതിനുള്ളൊരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ. ഈശ്വരീയമായ മാർഗങ്ങളിലൂടെ പോകുന്നവർക്ക് സ്വച്ഛന്ത മൃത്യു. എന്താ ഭീഷ്മർക്ക് കൊടുത്തത്? അച്ഛൻ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുക, വിപരീതാണല്ലേ. ശരിക്കും മകനാ കല്യാണം കഴിക്കണ്ടേ? സമ്മതിച്ചു. അപ്പൊ പറയാണ്, നിനക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് രാജാവാൻ പറ്റില്ലല്ലോ, ഞാൻ കല്യാണം തന്നെ കഴിക്കില്ല. ഭീഷ്മ ശപഥം ചെയ്തു അച്ഛന് വേണ്ടി. അപ്പൊ കൊടുത്ത അനുഗ്രഹം, നിനക്ക് സ്വച്ഛന്ത മൃത്യുവാണ് മകനെ എന്ന്. അച്ഛൻ്റെ ഒരു ആഗ്രഹം നോക്കൂ, അതായിരുന്നു അന്നത്തെ കാലം. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? പുരൂരവസിന്റെ കഥ അതല്ലേ പറയുന്നത്. ഏതായാലും ഇനി നീട്ടുന്നില്ല, സന്ധ്യയാണ്, രാത്രിയായി, നാളെയും വരണം. സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. പറഞ്ഞു വന്നതിൽ എന്തെങ്കിലും ഗീതയിൽ അറിയണമെന്ന് ആഗ്രഹമുള്ള ഭാഗമുണ്ടോ? ഗീത പറയുമ്പോഴേ ക്രോധത്തിനെ കുറിച്ച് പറയും. അതും കൂടി പറയാം. ഞങ്ങളുടെ അവിടെ മീനാക്ഷി അമ്മ എന്ന് പറഞ്ഞൊരു അമ്മ ഉണ്ട്. എനിക്ക് രാമായണം വായിക്കാൻ പറഞ്ഞു തന്നിട്ട് അതിൽ ആദിത്യ ഹൃദയം അവരാണ് എഴുതി തന്നത്. തിരി തെറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പേപ്പറിൽ വന്നപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്തു. അത്രയും വിവരമൊക്കെ ഉണ്ട്. പക്ഷെ പാടത്ത് പണിയിരിക്കണ ഒരമ്മയാണ്. എൻ്റെ അമ്മയുടെ ഫ്രണ്ടായിരുന്നു. അവരെ ഓർമ്മ വരും ഇതിലെ ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ. ക്രോധാൽ ഭവതി സമ്മോഹാൽ, സമ്മോഹാൽ സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശ, ബുദ്ധിനാശാൽ പ്രണശ്യതി. എന്താ ഭഗവാൻ പറഞ്ഞേ? നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന് നാശമില്ല. ഇവിടെ പറയാണ്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാ കാട്ടുക അല്ലേ? ഒരിത്തിരി ഉപ്പ് കൂടിയിട്ടുണ്ടാവുള്ളൂ, ഒരൊറ്റ തട്ട. ആ അമ്മ എത്ര നേരം അതും പണിയെടുത്തിട്ട് അതൊരു കറിയായിട്ടുണ്ടാവുക. ക്രോധാൽ ഭവതി സമ്മോഹാൽ, ബുദ്ധിഭ്രംശം വരുന്നതാണ്. അത് ഒരു വിവരക്കേടാണത്. ബുദ്ധിഭ്രംശം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? കണ്ടതിനെയൊക്കെ തച്ചുടയ്ക്കുന്നു. അത് സർവനാശത്തിലേക്ക് നയിക്കുന്നു. ഇതിങ്ങനെ ആചാര്യൻ പറയുമ്പോൾ മനസ്സിലാവില്ല. ഈ മീനാക്ഷി അമ്മയുടെ കാര്യം പറയാൻ എന്താ കാരണം എന്നോ? ഞങ്ങൾ സ്കൂളിലേക്ക് പോണ വഴിയിൽ അവരുടെ വീടിൻ്റെ സൈഡിൽ, ആ മുറ്റത്തിൻ്റെ സൈഡിലൂടെ കുറേ വെണ്ട തൈ കുത്തിയിട്ട് പിടിപ്പിക്കും. അവർ പണിക്ക് പോകുമ്പോൾ ഒക്കെ നനച്ചൊക്കെ വൃത്തിയാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ വെണ്ടയിൽ പൂക്കളും കായൊക്കെ വന്നു. പണിക്കാരൊക്കെ ലാമന്തോളിക്ക് അധികം നടന്നിട്ടാണ് പോവുക. ഈ ഇളയ വെണ്ടയ്ക്ക് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. ഇവരെന്നും ഉപദേശിച്ചു, ഇവരോട് അറക്കരുത്, കൂട്ടാൻ വയ്ക്കാനാ, ഞാൻ കൊത്തിട്ട് നനച്ച് വളർത്തണതാ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. കേൾക്കണില്ല. ഒരു ദിവസം പാടത്തുനിന്ന് വന്നപ്പോൾ ഇതിലൊന്നിലും ഒരു വെണ്ടയില്ല. ദേഷ്യം ഇങ്ങോട്ട് വന്നു. ആ മടാൾ ഇങ്ങോട്ട് എടുത്തു. ആ തല വരെ ഒക്കെ അങ്ങോട്ട് കൊത്തി മുറിച്ചു. എന്നിട്ട് പിന്നെ വൈകുന്നേരം മകൻ പണിമാറ്റി വന്നപ്പോൾ എന്താ അമ്മ കാണിച്ചു ചോദിച്ചപ്പോൾ, എടാ ആരെങ്കിലും എൻ്റെ കയ്യുമോ ഒന്ന് പിടിക്കായിരുന്നോ, എന്നാ അതൊന്നും പോയിരുന്നില്ലല്ലോ. ഇതന്നെ ആ ശ്ലോകത്തിന്റെ അർത്ഥം. ക്രോധാൽ ഭവതി സമ്മോഹാൽ, സമ്മോഹാൽ സ്മൃതി വിഭ്രമാൽ, സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശ. മനസ്സിലാവില്ലേ കേൾക്കുമ്പോ? സ്മൃതി ഭ്രംശം വന്ന ബുദ്ധി ഇല്ലാതെയും. ഇത് തന്നെയാ നടക്കുന്നത്. വെട്ടും കൊലയൊക്കെ വീടുകളിൽ നടക്കുന്നില്ലേ? ഒരൊറ്റ നിമിഷത്തെ ആ ഒരു ചിന്തയില്ലായ ബുദ്ധിനാശം ആത്മഹത്യയിലേക്ക് നയിക്കുക മനുഷ്യനെ. അതുകൊണ്ട് ആത്മീയമായി ഉയരട്ടെ, ആത്മബലം ഉണ്ടാവട്ടെ. അതിന് ഗീത നിങ്ങളെ സഹായിക്കട്ടെ. ഒരധ്യായമെങ്കിലും ഗീത നിങ്ങൾ പഠിക്കുക. ഗീത പഠിക്കണം. മുഴുവൻ ഇല്ലെങ്കിൽ വേണ്ട, പ്രധാനപ്പെട്ടതെങ്കിലും പഠിക്കുക. ഇങ്ങനെ രസകരമായ കുറേ കാര്യങ്ങളുണ്ട് ഗീതയിൽ. ഇനി സംശയമൊന്നുമില്ല വിചാരിക്കുന്നു. യജ്ഞം സമർപ്പിക്കുകയാണ്. ഏത് യജ്ഞം നടത്തിയാലും അത് പണ്ടത്തെ വലിയ വലിയ യാഗങ്ങൾ, തപസ്സുകൾ, അതിന് തുല്യമാണത്രേ ഈ ജ്ഞാനയജ്ഞം. അതാണ് ഇപ്പോൾ സപ്താഹവേദികൾ ഇത്രയും പൊങ്ങി വരുന്നത്. ഈ യജ്ഞം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി, സർവം ജഗദംബികായേതി സമർപ്പയാമി. ഓം
ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരിദാസ്.